13 years ആയിട്ട് Volkswagen user ആണ്. 16,50,000. Wow. ആ ഒരു പ്രൈസിന് നമുക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടും. എല്ലാ വർക്ക് ചെയ്തപ്പോ സർവീസ് സെന്ററിൽ കിടക്കണം. ഏകദേശം 1 lakh ബില്ലുണ്ട്. അപ്പൊ നമ്മള് ഇടയ്ക്ക് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തപ്പോ 2.4 ആണ് എനിക്ക് ആവറേജ് അടിച്ചത്. അതെനിക്കോട് സ്റ്റാർട്ട് ചെയ്തതിന്റെ എന്തൊരു ബഗ്ഗാണ്. പക്ഷെ ഇതിന്റെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ മലപ്പുറം പാലക്കാട് പോയപ്പോ ഇതുവരെയുള്ള നമ്മുടെ എല്ലാ വീഡിയോസിൽ നിന്ന് വിപരീതമായ ഒരു കാര്യമാണ് ഈ കേട്ടത്. പക്ഷെ ഇത് പ്രാക്ടിക്കലാണ്. നിങ്ങളും ഒന്ന് ട്രൈ നോക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. Volkswagen Virtus GT Line. നേരത്തെ GT Line 1.5 ലിറ്റേഴ്സിന് മാത്രമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1 ലിറ്ററിനും GT Line വേരിയൻറ്റ് വന്നു തുടങ്ങി. 2025 ഒക്കെ ആയപ്പോഴാണ് ഈ ഒരു വേരിയൻ്റ് ഇറങ്ങിയത്. വെർച്വസിൻ്റെ 1 ലിറ്റർ ചെയ്തിട്ടില്ല എന്ന്, യൂസർ റിവ്യൂ ചെയ്തിട്ടില്ല എന്ന് കുറേ കമൻറ്റ്സ് നമ്മുടെ മിക്ക വീഡിയോസിലും കാണാറുണ്ടായിരുന്നു. അതുപ്രകാരം നമ്മൾ 1 ലിറ്റർ വെർച്വസും കൊണ്ടുവന്നിരിക്കുന്നു. നമ്മൾ 1.5 ലിറ്ററിൻ്റെ ഡീറ്റെയിൽഡ് യൂസർ എക്സ്പീരിയൻസും സ്ലാവിയാസിൻ്റെ 1 ലിറ്ററും 1.5 ലിറ്ററും കുറേ എണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അതിനകത്തെല്ലാം പല യൂസേഴ്സിൻ്റെയും എക്സ്പീരിയൻസുകൾ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ വെർച്വസിൻ്റെ 1 ലിറ്റർ ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. സോ ഇതിൻ്റെ യൂസർ ഇത് വാങ്ങിച്ചിട്ട് കുറച്ച് നാളെ ആയുള്ളൂ. പക്ഷേ ഇതൊരു പുതിയ വേരിയൻ്റ് ആണ്. Volkswagen അവതരിപ്പിക്കുന്ന ഒരു പുതിയ മോഡൽ തന്നെയാണ്. സോ കുറേ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. സോ ഒരു പുതിയ എക്സ്പീരിയൻസ് നമുക്ക് ഈ വണ്ടിയെ പറ്റിയുള്ളത് ചോദിച്ചറിയാം. വണ്ടിയെ ഞാൻ അധികം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം ഇത് അത്ര ഫെമിലിയർ ആയിട്ടുള്ള, ഏറ്റവും ഇന്ത്യാസ് ഫേവറേറ്റ് സെഡാൻ, വൺ ഓഫ് ദ ബെസ്റ്റ് സെഡാൻസ് എന്നല്ല പറയേണ്ടത്, ഒരു ഫേവറേറ്റ് സെഡാൻ എന്ന് തന്നെ നമുക്കിതിനെ പറയാം. അപ്പോൾ Volkswagen Virtusൻ്റെ യൂസർ റിവ്യൂയിലേക്ക് സ്വാഗതം. സോ Volkswagen Virtus 1 ലിറ്ററിൻ്റെ ഓണർ. ഹായ് ബ്രോ. ഹായ്, വെൽക്കം ടു ചാനൽ. ബ്രോയുടെ പേരും എന്ത് ചെയ്യുന്നു എന്നുള്ളതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എൻ്റെ പേര് ജേക്കബ് ജിമ്മി എന്നാണ്. ഞാൻ ആക്ച്വലി UK ബേസ്ഡ് ഓൺ. ഓക്കെ. ഇപ്പോൾ ഞാൻ പഠിക്കുകയായിരുന്നു ഇത്ര നാൾ. ഇപ്പോൾ ഞാൻ പഠിച്ചത് പ്രോഡക്റ്റ് ഡിസൈനിങ് ആണ്. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ UK റീസെൻ്റ്ലി എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് വന്നു. ഓക്കെ. ഇനി ഫ്യൂച്ചറിലോട്ട് ഉള്ള കാര്യങ്ങളിൽ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ആ മീൻ ടൈമിൽ നമുക്ക് ഒരു കാറും നമ്മൾ എടുത്തു. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു 3 months ആയിട്ടുള്ളൂ ഞാൻ വന്നിട്ട്. വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഒരു 1 month ആയി. ഓക്കെ. സോ വെർച്വസിലേക്ക് വന്ന കാര്യങ്ങളും മറ്റേ യൂസ് ചെയ്ത വെഹിക്കിൾസിൻ്റെ ഒരു സ്റ്റോറിയൊക്കെയാണ് നമുക്കറിയേണ്ടത്. യെസ്. അത് വലിയൊരു, നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു സെഗ്മെൻറ്റിലോട്ട് നമ്മൾ വരില്ലായിരുന്നു. നമ്മൾ ആദ്യം നോക്കിക്കൊണ്ടിരുന്ന ഒരു 7-seater വെഹിക്കിളായിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഫസ്റ്റ് നമ്മുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫോർച്യൂണർ എടുക്കാനായിരുന്നു. അതിനൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. നമുക്കൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോകാൻ. അതായത് ഞാൻ പറഞ്ഞു, എൻ്റെ മദറൊക്കെ റീസെൻ്റ്ലി ഇപ്പോൾ ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഓൾ ഇന്ത്യ ട്രിപ്പിന് വേണ്ടിയായിരുന്നു ഒരു 7-seaterലോട്ട് നമ്മൾ പോകാനായിട്ട് പ്ലാൻ ചെയ്തത്. പക്ഷേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞങ്ങൾ യൂസ്ഡ് ഫോർച്യൂണർ ആയിരുന്നു, പുതിയതല്ല, യൂസ്ഡ് ഫോർച്യൂണർ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോയി ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തിട്ടുണ്ട്. യൂസ്ഡ് ഫോർച്യൂണർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. പക്ഷെ എനിക്കെന്തോ അത്രയും പഴയൊരു വണ്ടി എടുക്കാനായിട്ട്, അതായത് യൂസ്ഡ് ആയ ഒരു വണ്ടി, അതായത് എനിക്ക് തോന്നുന്നു ഒരു 8-9 years ഓൾഡാണ് വണ്ടി. അപ്പോൾ അത്രയും പഴയൊരു യെസ്. പിന്നെ ഡൽഹി രജിസ്ട്രേഷൻ ആണ്. ഒരുപാട് ഡൽഹി രജിസ്ട്രേഷൻ കാസ്, ഞാൻ എല്ലാം മോശമാണല്ലോ പറയുന്നത്, പക്ഷെ ചില കാസ് നമ്മൾ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ നമുക്ക് പിന്നെ അതും ആയിട്ട് കൊണ്ടെടുക്കേണ്ട ഒരു വണ്ടികളുണ്ട്. യെസ്. അപ്പോൾ അത് നമ്മൾ നല്ലോണം നോക്കി എടുക്കാൻ അറിയുമെങ്കിൽ നമ്മളെടുക്കും. പിന്നെ എനിക്ക് പൊതുവേ അത് ഓടിച്ചിട്ടും ഞാൻ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 13 years ആയിട്ട് ഒരു Volkswagen യൂസർ തന്നെയാണ് ഞങ്ങളുടെ ഫാമിലി. 13 years ആയിട്ട് Volkswagen യൂസർ ആണ്. അത് 1.2 TDI 3 cylinder തന്നെ, ഡീസൽ വൈറ്റ് കളർ ആയിരുന്നു. അതായത് ഞാൻ ചെറുപ്പത്തിൽ മേടിച്ചാണ്, ഞാൻ യൂസ് ചെയ്തിട്ടില്ല അധികം. പക്ഷെ ഞാൻ ഓടിച്ച് പഠിച്ചത് തൊട്ട് എൻ്റെ എല്ലാം ഒരു ഡ്രൈവിംഗ് DNAs വന്നത് ആ കാറിൽ നിന്നാണ്. അപ്പോൾ ഒബ്വിയസ്ലി എനിക്ക് Volkswagenനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പണ്ട് UK-ലായിരിക്കുന്ന സമയത്താണ് ഇത് ലോഞ്ച് ആവണത് ഇന്ത്യയിൽ. അപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായി കാരണം എനിക്ക് വെൻഡോയുടെ ഡ്രൈവിംഗ് ഫീഡ്ബാക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്ക് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബാക്കിലോട്ട് നോക്കുന്നത് ഒരു സെഡാൻ പ്രേമി ആയതുകൊണ്ടാണ്, അല്ലേ? ഒരു അക്കോർഡ് ബാക്കിൽ പോകുന്നത് കണ്ടാണ് നമ്മൾ നോക്കിയത്. ഓക്കെ. അപ്പോൾ നമ്മുടെ മെയിൻലി ഞാനിത് നോക്കാൻ കാരണം എനിക്ക് വെൻഡോ ഇഷ്ടമാണ്, പക്ഷെ കാണാൻ എനിക്ക് കുറച്ചുകൂടി പോളോ ഉള്ളതുകൊണ്ട്, പോളോയുടെ ഒരു ബാക്ക് വെച്ച വണ്ടി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒബ്വിയസ്ലി ഒരു പോളോ ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ ഫീൽ ചെയ്തത്. പക്ഷെ അത് കഴിഞ്ഞ് വിർച്ചസിലോട്ട് വന്നാൽ എനിക്ക് തോന്നുന്നു ഈ സെഗ്മെന്റിൽ സെഡാൻസിൽ എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണത് ഏറ്റവും കാണാൻ കുറച്ചുകൂടി, നമ്മൾ കുറച്ച് ടീൻസ് ആയിട്ടുള്ള ആൾക്കാർ കുറച്ചുകൂടി കാണാൻ ഇഷ്ടപ്പെടുന്നത് ഇത്. കാരണം നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവരുമ്പോൾ ആൾക്കാർ വന്ന് ചോദിക്കും ഇതെങ്ങനെയാണ്. ഒന്നാമത് ഇപ്പോൾ ഈ കളർ ഞാൻ പറയാം GT Line സ്പെക്കിലാണ് തന്നെ. അപ്പോൾ വണ്ടി ഫുൾ ഡീക്രോംഡ് ആയിരിക്കും, ഫുൾ പിയാനോ ബ്ലാക്ക്, അടിയിൽ സ്കേർട്ടിൻസും ഇതൊക്കെ. നമ്മൾ
പിന്നെ 1.5 പോകുമ്പോൾ സ്പോട്ടിൽ മാത്രമാണ് ഈ ട്രിം വരുള്ളൂ. ഏറ്റവും ടോപ്പിൽ മാത്രം. അത് എനിക്കൊണ്ട് റീസെന്റ് അവർ മാറ്റിയതാണത്. ഇതിൽ കുറെ ഇന്റീരിയർ ഒക്കെ ബ്ലാക്ക് ആണ്. എനിക്ക് അതൊക്കെ വലിയൊരു പോയിന്റ്സ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഫോർച്യൂണറിൽ നിന്ന് വന്ന് പിന്നെ നോക്കിയത് XUV 700. XUV 700 ഓടിച്ചു നോക്കി, നൈസ് കാറാണ്, അടിപൊളിയാണ്. പക്ഷെ എൻ്റെ ഒരു ഡ്രൈവിംഗ് കൾച്ചർ എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചുകൂടി താന്നിരിക്കുന്ന വണ്ടികളാണ് എനിക്ക് പൊതുവെ ഇഷ്ടം. അത് എല്ലാവർക്കും ഒരു പ്രയോറിറ്റീസ് ഉണ്ട്. അപ്പൊ എൻ്റെ ഒരു പ്രയോറിറ്റിയിലൊരു മെയിൻ സംഭവമായിരുന്നത്. UK എൻ്റെ കസിന് ഒരു വണ്ടി ഉണ്ടായിരുന്നു, അത് ബെൻസിന്റെ A-Class ആണ്. അപ്പൊ അതും പിന്നെ ഞാൻ പൊതുവെ യൂസ് ചെയ്യണ എല്ലാ വണ്ടികളും ഹാച്ച് ബാക്ക് അല്ലെങ്കിൽ സെഡാൻസ് അങ്ങനത്തെ വണ്ടികളാണ്. പിന്നെ ഹൈറ്റ് കൂടിയ വണ്ടികൾ എനിക്ക് ഈ ബോഡി റോളിങ് എനിക്ക് അത്ര അക്സെപ്റ്റബിൾ അല്ല. ബോഡി റോളിങ് കാരണം ഞാൻ കുറച്ച് കോർണേഴ്സും കുറച്ച് കട്ടിങ് ഇതൊക്കെ കൂടുതലുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് അങ്ങനെ നമ്മൾ കൂടുതൽ ആലുവയിലാണ്, സിറ്റിയാണ്. അപ്പൊ നമ്മള് കുറച്ചൊരു സ്ട്രീക്ക്, അതായത് നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് വേഗം കയറി പോകാന്നുള്ളൊരു യൂസാണ് ഞങ്ങളുടെ പ്രൈമറി കാർ. അത് ഇപ്പൊ പോളോ ഉണ്ടെങ്കിൽ പോലും നമ്മളിപ്പോ പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യുന്നത് പോളോ കൊടുത്തിട്ടില്ല, സ്റ്റിൽ ഉണ്ട്. അപ്പൊ പോളോ അറിയാലോ, നമുക്ക് മെയിൻ്റെനൻസ് കുറച്ച് ഹൈ ആണ് ഇപ്പൊ. അപ്പൊ വണ്ടി ഇപ്പൊ എനിക്ക് തോന്നുന്നു റീസെന്റ് നമ്മള് എല്ലാ വർക്ക് ചെയ്തപ്പോ സർവീസ് സെന്ററിൽ കിടക്കണം, ഏകദേശം 1 lakh ബില്ലുണ്ട്. അപ്പൊ നമ്മള് യൂസ്ഡ് പോളോസ് ഒക്കെ എടുക്കണവരെ എപ്പോഴും അത് ശ്രദ്ധിക്കും. ഇപ്പൊ ഇത് സിംഗിൾ ഓണർ ആണ്. നമ്മുടെ കിലോമീറ്റർ ആയിട്ടുണ്ടത് 3 lakh. 3 lakh കിലോമീറ്റേഴ്സ്. ആരും വിശ്വസിക്കില്ലായിരിക്കും, 3 lakh കിലോമീറ്റേഴ്സ് അത് ഓടിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഫാമിലിയിൽ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാറാണ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാ കാര്യത്തിനും ആ വണ്ടി ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ പിന്നെ സർവീസ് ഒക്കെ നമ്മൾ അതുകൊണ്ടാണ് അതിനിപ്പോഴും സ്റ്റിൽ നമ്മുടെ കൂടെ കീപ്പ്. കാരണം അവര് എക്സ്ചേഞ്ച് ഓഫർ ഒക്കെ ആയിട്ട് ചോദിച്ചായിരുന്നു ഈ വണ്ടിയിൽ. പക്ഷെ എന്നിട്ട് നമ്മള് ഇൻട്രസ്റ്റ് കാണിച്ചില്ല. നമ്മള് നല്ല വിലക്കാണ് ഷോറൂംകാർ നല്ല വില. കാരണം എനിക്ക് തോന്നുന്നു ആ ഒരു ബോഡി ക്വാളിറ്റി അത് നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പൊ നമ്മൾ XUV 700 പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഓടിച്ച ആ ബോഡി റോളിംഗ് ആണ് എനിക്കൊരു മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ. ബോഡി റോളിംഗ് എനിക്ക് പറ്റാണ്ടായപ്പോഴാണ് പിന്നെ ഞങ്ങളൊരു കുറച്ച് നാളത്തേക്ക് നമ്മളത് സ്റ്റോപ്പ് ചെയ്തു. കാസിനെ പറ്റി നമുക്ക് കുറേ നമ്മൾ അലഞ്ഞു കേട്ടോ. ഇതിനിടയിൽ നമ്മൾ കുറേ പറയുമ്പോൾ പെട്ടെന്ന് ഇരുന്നുള്ളൂ, നമ്മൾ കുറേ അലഞ്ഞുണ്ട് ഇതിൻ്റെ പുറകെ. അപ്പം നമുക്കതങ്ങോട്ട് എന്തോ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാണ്ടായപ്പോഴാണ് എനിക്ക് വിർച്ചസ് എടുക്കണമെന്ന് ഞാൻ UK മുതലുള്ള ആഗ്രഹമാണ്. പക്ഷെ അതിപ്പോൾ ഫാമിലി പറയാൻ പറ്റില്ല, കാരണം ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്തതുകൊണ്ട് ഒബ്വിയസ്ലി 5 സീറ്റർ എടുക്കില്ല. കാരണം 7 പേര് ഫുള്ളി പാക്ഡ് ആയിട്ട് പോകാനുള്ളത്. അപ്പൊ എന്തൊക്കെ കാരണം കൊണ്ട് അതങ്ങോട്ട് മുടങ്ങി. പിന്നെ നമ്മൾ ഫ്ലൈറ്റിന് പോയിട്ട് ബസ്സിന് അങ്ങനെ പോകാന്നുള്ള ഒരു ഇതായി. അപ്പോഴാണ് ഞാൻ ബ്രോയുടെ ചാനലിൽ നമ്മുടെ വിർച്ചസിന്റെ റിവ്യൂ ആണ്. അതിലൊരു വൈറ്റും ഉണ്ട്, മറ്റേ റൈസിംഗ് ബ്ലൂ എന്ന് പറയുന്ന ഒരു കളർ. 2 years ബാക്ക് ശിവബ്രോയുടെ റിവ്യൂ ഒക്കെ നൈസ് റിവ്യൂ ആയിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് ഉറപ്പിച്ചു ഇത് തന്നെ, എനിക്ക് ഇതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര. ഞാൻ റോട്ടിലൊക്കെ വിർച്ചസ് പോകുമ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും പറയും വിർച്ചസ് പോകുമെന്ന് പറയും. കാരണം എനിക്കിതൊന്ന് ഓടിച്ചു നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. റോഡിൽ കാണുന്ന വണ്ടികളല്ല ഇതായിരിക്കും. അതെ, പിന്നെ നമ്മൾ ഇതിനെ മാത്രം ഇങ്ങനെ സ്പോട്ട് ചെയ്തോണ്ടിരിക്കും, അതാണ്. അപ്പൊ അങ്ങനെ ഞാൻ വോക്സ്വാഗനിൽ വിളിച്ചു. വോക്സ്വാഗന്റെ സർവീസ് മീൻസ് കസ്റ്റമർ ഡീലിംഗ് അത് എനിക്ക് ടോപ്പായിട്ടാണ് തോന്നിയത്. കാരണം ഞാൻ പല കമ്പനീസിലും ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. സ്കോഡയും നല്ല ഡീലിംഗ് ആയിരുന്നു. നമ്മുടെ കൊച്ചി തന്നെ, വോക്സ്വാഗൻ ചേരാനല്ലൂര്. സ്കോഡ കൊച്ചി തന്നെ, മറ്റേ നമ്മുടെ KTM-ന്റെ ഒക്കെ അവിടെ. അപ്പോൾ അവർ രണ്ടുപേരും നൈസ് ഡീലിംഗ് ആയിരുന്നു എന്നോട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി എനിക്ക് ലുക്സും ഇന്റീരിയർ ഫീഡ്ബാക്കും ഒക്കെ എനിക്ക് കുറച്ചുകൂടി നല്ലത് വിർച്ചസിന്റെ ആണ് തോന്നിയത്. ശരിക്കും കാരണം നമുക്ക് ഒരു വണ്ടി യൂസ് ചെയ്ത ആൾക്ക് മറ്റൊരു വണ്ടിയിലോട്ട് കയറുമ്പോൾ ഉടനെ സ്വിച്ച് ചെയ്യുമ്പോൾ ചേഞ്ച് കോൺസെപ്റ്റ്. പിന്നെ എനിക്ക് പൊതുവെ 2 spoke സ്റ്റിയറിംഗ് ഇഷ്ടമല്ല. അതാണ് വെർണ ഞാൻ ചൂസ് ചെയ്യാത്തതിന്റെ മെയിൻ കാരണം. 2 spoke സ്റ്റിയറിംഗിൽ എനിക്ക് അതൊക്കെ പേഴ്സണൽ സംഭവമാണ്. എനിക്ക് 3 spoke വേണം സ്റ്റിയറിംഗിൽ. പിന്നെ വെർണയുടെ ഒരു പ്രശ്നമല്ല, മീൻസ് വെർണ ഞാൻ ചൂസ് ചെയ്യാണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ മോർലി ഇൻ ടു ജർമ്മൻ കാർസ് ആണ്. അപ്പോൾ എനിക്ക് ജർമ്മൻ കാർസ് ഓൺ ചെയ്യാനാണ് കുറച്ചുകൂടി ഇഷ്ടം. സംഭവം മെയിൻ്റെനൻസ് കുറച്ച് കൂടുതലാണെങ്കിലും ഇതിൻ്റെ ഒരു പ്ലഷറും കാര്യങ്ങളൊക്കെ നമുക്ക്. പക്ഷെ ഈ വെർണ അടിപൊളിയാട്ടോ. ഈ എൻ്റെ ഒരു ഫ്രണ്ടിനുണ്ട് വെർണ, എഡ്വിൻ എന്ന് പറഞ്ഞിട്ട്. ആളെൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു വണ്ടി അടിപൊളിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഓരോരുത്തർ കമ്പയർ ചെയ്യാണല്ലോ, ഒരു വണ്ടിയിൽ നിന്ന് ഒരു വണ്ടിയിലോട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഇതാണ്. വീട്ടുകാർക്കാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടത് ഇതാണ്. പിന്നെ ആ റിവ്യൂസ് കണ്ടപ്പോഴും അതിൽ ഞാൻ പേര് പറയുള്ളൂ, പക്ഷെ റിവ്യൂ ചെയ്തവർ തന്നെ കമന്റ്സിൽ പറയുന്നുണ്ട് ഐ വിൽ ചൂസ് വിർച്ചസ് ഓവർ വെർണ. അതെന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. ഞാൻ വെറുതെ ടെസ്റ്റ് ഡ്രൈവും ചെയ്യാൻ നിന്നില്ല, പിന്നെ വെറുതെ ടൈം പോകണ്ട, ഒരുപാട് ടൈം അല്ലെങ്കിൽ തന്നെ പോയി. അതെ, ഫോർച്യൂണറിന്റെ പേരിൽ പിന്നെ XUV-യുടെ പേരിൽ കുറേ ടൈം പോയി. പിന്നെ നമ്മളൊരു ബഡ്ജറ്റ് വെച്ചു, ഒരു 15-16 ലാഖിന്റെ ഉള്ളിൽ
നമുക്കൊരു വണ്ടി മതി. അതിന് മേളിലോട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവരും പുറത്താണ്. ഓ അതെ നമ്മൾ വെറുതെ ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വണ്ടി മേടിച്ചിട്ട് ഇത്രയും വലിയ വണ്ടി മേടിച്ചിട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ 15-16 ഒതുക്കി. അപ്പോൾ 15-16 ഞാൻ ചേരാൻ നല്ലൊരു വിളിച്ചു നോക്കി. ഞാൻ ആദ്യം എടുക്കാൻ പോയത് ബേസ് വേരിയന്റ്. എനിക്കറിയില്ല ഇതിന്റെ പ്രൈസ് ഒന്നും ഒരു ഐഡിയ ഇല്ല. ഇത് ആദ്യം വിളിച്ചു നോക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ റിവ്യൂസ് ഒക്കെ കാണുന്നത്. ബ്രോഡർ റിവ്യൂ എനിക്ക് 2 years ബാക്കിലെ റിവ്യൂ ആണ്. അപ്പൊ അപ്പോഴത്തെ പ്രൈസ് ഇത് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ആളുടെ ഏതോ 22. അപ്പൊ എന്റെ മൈൻഡിൽ അത്രയും പൈസ ആവുന്നതാണ് മൈൻഡിൽ. 1.5 ടോപ്പ് എൻഡ് തന്നെ. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് നോക്കി. അവരെ പറഞ്ഞു മറ്റേ കംഫർട്ട് ലൈൻ ഉണ്ട് 13 lakhs ഓൺ റോഡ്. അപ്പോൾ പിന്നെ ഉള്ളത് ഹൈലൈനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അന്ന് ഹൈലൈൻ വിർച്ചസ് മതി എന്നുള്ള രീതിയിൽ ഞാൻ ഹൈലൈൻ എന്നുള്ള രീതിയിൽ എനിക്ക് ടെസ്റ്റ് ഡ്രൈവ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഫാസ്റ്റ് ആയിട്ട് തന്നെ ബ്രോ ഒബിൻ എന്ന് പറഞ്ഞ ആളാണ്. ആള് ഹ്യൂജ് ഷൗട്ട് ഔട്ട്. ആള് അടിപൊളിയാണ്. പിന്നെ എനിക്ക് വണ്ടി 3-4 ഡേയ്സിനുള്ളിൽ ഡെലിവറി ചെയ്ത് അതൊക്കെ ഞാൻ പറയാം. അപ്പൊ ഒബിൻ എന്ന് പറഞ്ഞ ആളാണ്. ഞാൻ ഷോറൂമിൽ ചെന്നു. അപ്പൊ തന്നെ ക്വിക്ക് റെസ്പോൺസ് എല്ലാം ഭയങ്കര ക്വിക്ക് ബോക്സ് ആയാലും എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് തന്നെ അവര് 1 liter മാനുവൽ തന്നെ ടെസ്റ്റ് ഡ്രൈവ് വന്നു. ഞാൻ GT 1.5 ഓടിച്ചു നോക്കിയില്ല, കാരണം എനിക്ക് ഓടിച്ചു നോക്കിയിട്ട് വെറുതെ വേണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് 1.5 വേണ്ട, ഞാൻ ഓടിക്കുന്നത് ഇഷ്ടപ്പെടും. പിന്നെ വീണ്ടും എനിക്കൊരു 7 lakhs വ്യത്യാസം ഉണ്ട് ഇതിന്. പക്ഷെ ദാറ്റ്സ് എ ഗ്രേറ്റ് മെഷീൻ. ആ എഞ്ചിൻ അടിപൊളിയാണ്. പക്ഷെ നമ്മുടെ ബഡ്ജറ്റ് ഇതായതുകൊണ്ടാണ് നമ്മൾ ഇതിലോട്ട് വന്നത്. അപ്പം 1 liter എനിക്ക് ഓടിച്ചു നോക്കി. ഇതിൻ്റെ സ്റ്റെബിലിറ്റി പലരും പറയും പഴയ വോക്സ്വാഗന്റെ സ്റ്റെബിലിറ്റി, അത് ശരിയാണ്, ചെറിയൊരു ഗ്രാജുവൽ വ്യത്യാസം. പക്ഷെ എന്നാലും ഞങ്ങൾ ആ സീപോർട്ട് എയർപോർട്ട് റോഡിൽ കൂടെ അത്യാവശ്യം അലമ്പായിട്ട് തന്നെ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ റഫായിട്ട് ട്വിസ്റ്റ് ചെയ്ത് ടേൺ ചെയ്തു, റഫായിട്ട് ബ്രേക്ക് ചെയ്ത്, അങ്ങനെ ആൾ ഫുൾ കോൺഫിഡൻ്റ് ആണ് വണ്ടിയിൽ. ഞാൻ ആദ്യം വണ്ടി അതെ, നമുക്ക് എങ്ങനെയുള്ള ആൾ കൂടെ ഉണ്ടാവും. എങ്ങനെ ട്രാക്ഷൻ ഓഫ് ചെയ്യുന്നത് മാത്രമേ ട്രാക്ഷൻ ഓഫ് എനിക്ക് ഓവർ സ്റ്റിയറിംഗോ അങ്ങനെ എന്ത് പ്രശ്നമൊക്കെ ഉണ്ടാവും. പിന്നെ ചെറിയ റോഡാണ്, വലിയ വീതിയില്ല സീപോർട്ട് എയർപോർട്ട് എന്ന് പറഞ്ഞാലും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഓടിച്ചു. പിന്നെ പുള്ളി ഡ്രൈവ് ചെയ്ത് കാണിച്ചു, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഡ്രൈവ് ചെയ്ത് കാണിച്ചു. അപ്പൊ തന്നെ ഐ എം ഇംപ്രസ്ഡ്. ഒന്നാമത് ഞാൻ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ വന്നാലും ഇത് ഞാൻ എടുക്കുമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ ഇംപ്രസ്ഡ്. അപ്പൊ തന്നെ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു എനിക്ക് നമുക്ക് തിരിച്ച് ഷോറൂമിൽ പോയി നേരെ ബുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ ബുക്കിംഗ് എമൗണ്ട്, ഇതിന്റെ ഇടയ്ക്ക് ഫോർച്യൂണറിന് ബുക്കിംഗ് എമൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ബുക്കിംഗ് എമൗണ്ട് പോയി, റീഫണ്ട് കിട്ടിയില്ല. അത് യൂസ്ഡ് കാർ ഷോറൂമിലാണ്. നമ്മളത് കുറെ അതെ അവർ തരും എന്ന് പറയാം, പിന്നെ തന്നില്ല. പിന്നെ നമ്മള് സമയമില്ലാത്തതുകൊണ്ട് നമ്മള് പോയില്ല. പിന്നെ XUV 700 അങ്ങനത്തെ സീനൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ബുക്കിംഗ് എമൗണ്ട് ചോദിച്ചില്ല. എനിക്ക് വണ്ടി ബോഡി റോളിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ തീരുമാനിച്ചു എനിക്ക് ഇനിയും എന്തായാലും ഇനിയും ട്രിപ്പ് ഒന്നും പോകണില്ല. അപ്പൊ നമുക്ക് 5 seater സെഡാൻസ് തന്നെ കുറച്ച് ലോ ആയിട്ടുള്ള വണ്ടികളിലോട്ട്, അതായത് മിഡ് സൈസ് SUVs ഞാൻ നോക്കിയില്ല. കാരണം ഇതിന്റെ സെയിം ടൈഗൺ ഉണ്ട്, പിന്നെ കുഷാക്ക് ഉണ്ട്, പിന്നെ കൈലാക്ക്, അത് കുറച്ചുകൂടി ചെറിയ വണ്ടിയാണ്. അങ്ങനത്തെ വണ്ടികൾ അതൊന്നും ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തില്ല. അതിലോട്ട് എനിക്ക് സ്റ്റെബിലിറ്റി, ഹാൻഡ്ലിങ്, കുറച്ച് ഡ്രൈവർ ഫ്രണ്ട്ലി, ഡ്രൈവർ സെൻട്രിക് ആയിട്ട് പോകാനുള്ള വണ്ടികളാണ് എനിക്ക് പൊതുവെ ഇഷ്ടം. അതൊക്കെ നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ആവശ്യങ്ങളാണല്ലോ. അപ്പൊ ഓരോരുത്തരുടെ പർപ്പസ് മീറ്റ് ചെയ്യണ വണ്ടികൾ എടുക്കാനാണ് ഞാൻ ചൂസ് ചെയ്യുള്ളൂ. ഒരാൾ എടുക്കണത് അത് മൊത്തത്തിൽ കംപ്ലീറ്റ് വെഹിക്കിൾ എന്നുള്ള ഒരു സംഭവമില്ല. ഓരോരുത്തരുടെ കാര്യങ്ങൾ ഒരു വണ്ടി ഫുൾഫിൽ ചെയ്യണമെങ്കിൽ അതാണ് ആളുടെ പെർഫെക്റ്റ്. നമ്മളോടും പലരും മെസ്സേജ് അയക്കാറുണ്ട് ഈ വണ്ടിയാണോ നല്ലത്. ശരിക്കും എല്ലാ വണ്ടിയും നല്ല വണ്ടികളാണ് മാർക്കറ്റിൽ വരുന്നത്. പക്ഷെ നിങ്ങളുടെ പെർപ്പസ് എന്താണോ, ഇപ്പം ഡെയിലി യൂസ് ആണെങ്കിൽ ഫ്യൂവൽ എഫിഷ്യൻസിയിൽ കൺസേൺഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഫാമിലി യൂസ് ആണ് അപ്പോൾ സേഫ്റ്റിയിൽ കൺസേൺഡ് ആയിരിക്കണം, റിലയബിലിറ്റിയിൽ കൺസേൺഡ് ആയിട്ടുള്ളവരുണ്ട്. സോ അതൊക്കെ ബേസ് ചെയ്താണ് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കംപ്ലീറ്റ് വെഹിക്കിൾ. എല്ലാം കൊണ്ട് 100% വെഹിക്കിൾ പറയാൻ ഇല്ല. എനിക്ക് എല്ലാവരുടെ പർപ്പസ് വേറെ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ എന്റെ പർപ്പസ് എല്ലാം ഇതിൽ മീറ്റ് ചെയ്യണമെങ്കിൽ ഇതാണ് എന്റെ കംപ്ലീറ്റ് വെഹിക്കിൾ. അതായത് എന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലോങ് ഒക്കെ പോയാലും ഡ്രൈവറിന് ഒരു ക്ഷീണം ഉണ്ടാവരുത്. ഞാൻ അത്യാവശ്യം സ്പോട്ട് ചെയ്ത് ഓടിക്കണമെങ്കിൽ ഓടിക്കണം. പിന്നെ വണ്ടി മൊത്തത്തിൽ കാണാൻ ഒരു ഭംഗി വേണം, മൊത്തത്തിലൊരു സ്പോർട്ട്നെസ് വേണം എന്നൊക്കെ തോന്നിയോണ്ടാണ് എന്റെ മെയിൻ പ്രയോറിറ്റി. ഇന്റീരിയർ ബ്ലാക്ക് ആയിരിക്കണം. എനിക്ക് അറിയ പോലും ഇല്ലായിരുന്നു GT ലൈൻ എന്ന് പറയുന്നത് ഈ വേരിയന്റ് ഉണ്ടെന്ന്. അപ്പൊ ഞാൻ ഷോറൂമിൽ ചെന്ന് ഞാൻ ആദ്യം എടുക്കാൻ പോയത് സിൽവറാണ്, സിൽവറിൽ GT. പക്ഷെ അത് ആ ഒരു ഈ GT ലൈൻ സ്പെക്കിൽ സിൽവർ കാണാൻ നല്ല രസമാണ്. ഫുൾ ബ്ലാക്സ് ഒക്കെ അതിൽ നമുക്ക് ഡ്യുവൽ ടോൺ കൂടി ചെയ്യാൻ പറ്റും. അപ്പൊ ശരിക്കും നല്ലൊരു, എനിക്ക് Audi A6 ഒക്കെ ഒരു സിൽവർ ഉണ്ട്, അതുപോലത്തെ ഒരു ലുക്കാണ് വണ്ടിക്ക് എനിക്ക് തോന്നിയത്. അപ്പൊ എനിക്ക് ആ സിൽവർ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ ശരിക്കും ബുക്ക് ചെയ്തത് GT ലൈനിലോട്ട് എത്താം. ഞാൻ ഹൈലൈനാണ് ബുക്ക് ചെയ്യാൻ പോയത്. ഹൈലൈനിൽ നിന്ന് ഞാൻ ഹൈലൈൻ പ്ലസ് ഞാൻ ഓടിച്ചത്. അപ്പൊ ഹൈലൈൻ പ്ലസ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം സൺറൂഫ് വരും, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അങ്ങനെ കുറെ വ്യത്യാസമുണ്ട് ഹൈലൈൻ പ്ലസിലോട്ട്.
അത് കഴിയുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഹൈലം പ്ലസിന് ഏകദേശം 85,000 വ്യത്യാസമുള്ളൂ GT ലൈനിൽ. പക്ഷേ ഇതിൽ നമുക്ക് എൻ്റെതായ കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഫുൾ ബാക്ക് ഇൻറ്റീരിയേഴ്സ്, പിന്നെ എനിക്ക് തോന്നുന്നു അലോയ്സ് ബ്ലാക്ക് അലോയ്സ് വരുന്നുണ്ട്. പിന്നെ ഈ മിറർ സ്കൂപ്പ് മൊത്തത്തിലൊരു ബ്ലാക്ക് ട്രീ, അതായത് GT സ്പോർട്ട്, അതാണ് ഇപ്പോൾ ഈ ഒരു സെയിം സ്പെക്കിൽ ഇറങ്ങുന്നത്. GT സ്പോർട്ടിലോട്ട് വരുമ്പോൾ റൂഫ് ബ്ലാക്ക് ആയിരിക്കും, കാലിപ്പേഴ്സ് റെഡ് ആയിരിക്കും, പിന്നെ ചെറിയ സ്കേർട്ടിങ്സ് ഉണ്ട്, ചെറിയ ബീഡിങ്സ് പോലത്തെ സ്കേർട്ടിങ്സ് ചുറ്റും വരും, ബാക്കിലൊരു ഡിഫ്യൂസർ. അതാണ് നമ്മുടെ ഏറ്റവും ടോപ്പ് എൻഡിൽ നിന്നുള്ള വ്യത്യാസം. ഈ ലോഗോസ് ഒക്കെ ബ്ലാക്ക് ഇതൊക്കെ ശരിക്കും ഞാൻ ഡിക്രോം ചെയ്താണ്, ബാക്കൊക്കെ ഡിക്രോം ചെയ്താണ്. ബാക്കിയെല്ലാം ഈ ലോഗോസ് വെച്ച് ബാക്കിയെല്ലാം പിയാനോ ബ്ലാക്കിലാണ്. അപ്പോൾ ഹൈലൈൻ പ്ലസിൽ എനിക്ക് തോന്നുന്നു റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, പിന്നെ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് അല്ല, മറ്റേ LED ആണ്, ഹാലജൻ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, മറ്റേ വേറെ DRL ഒക്കെ ഉള്ള, ഇത് ഇങ്ങനത്തെ DRL ആണോ അല്ല, അതിന് ഹെഡ്ലൈറ്റ്സ് വ്യത്യാസമുണ്ട്, റെയിൻ സെൻസിങ് വൈപ്പർ വ്യത്യാസമുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. ബാക്കിൽ സ്പോയിലർ, ഇതൊക്കെയാണല്ലോ എൻ്റെ മെയിൻ കൺസേൺസ്. അതായിരുന്നു സത്യം പറഞ്ഞു, അതൊന്നും ഒരു കൺസേൺസ് അല്ല ബാക്കിയുള്ളവർക്ക്, എൻ്റെ കൺസേൺസ് അതൊക്കെയായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ അപ്പോഴാണ് GT ലൈൻ എന്ന് പറഞ്ഞൊരു വേരിയന്റ് ഉണ്ടെന്ന് തന്നെ അറിയണത്. അപ്പം അവർ പറഞ്ഞത് റീസെന്റ് ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു വേരിയന്റ് ആണ്, അതായത് 1 ലിറ്ററിൽ ഒരു GT ഓപ്ഷനിലൂടെ കൊടുത്തിട്ട് നമുക്ക് ഇറങ്ങി പോകുള്ളൂ. അപ്പം അതിൽ ജസ്റ്റ് കോസ്മെറ്റിക് ചേഞ്ച് മാത്രമല്ല, നമുക്ക് ഈ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അലോയ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് 1.5 GT ലുക്കാണ്. ആകെ നമുക്ക് വ്യത്യാസമുള്ള ഞാൻ പറഞ്ഞ പോലെ ഡുവൽ ടോൺ. പിന്നെ ഈ കളറിന്റെ ഒരു പ്രത്യേകത ഡുവൽ ടോൺ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുള്ളൂ. കാരണം നമുക്ക് ഒരു സൈഡിൽ നിന്നൊക്കെ ഒരു ബ്ലാക്ക്, ഇത് രാത്രി ശരിക്കും ഈ വൈറ്റ് ലൈറ്റുകൾ അടിക്കില്ലേ, അപ്പൊ ഇതിലൊരു വൈലറ്റ് ഷെയ്ഡ് കൂടി വരും. അപ്പൊ അങ്ങനത്തെ ഒരു നമ്മുടെ സ്കൂട്ടറിന്റെ ഒക്കെ ലൈറ്റ് അടിക്കുമ്പോൾ ശരിക്കും ഒരു വൈലറ്റ് കളർ കൂടി വരും. എന്റെ ഫേവറേറ്റ് കളറാണ് നൈസ് കളറാണ് ഇത്. ഞാൻ അവിടെ ഒരു എനിക്ക് എൻ്റെ ഒരു ഇത് പ്രകാരം എനിക്ക് തോന്നുന്നു, ഞാൻ വിചാരിച്ചത് ഈ കളറും ബ്ലാക്കും മറ്റേ 1.5 മാത്രമേ ഉള്ളൂ. പക്ഷെ ബ്ലാക്ക് മാത്രമാണ് 1.5, ഇത് നമുക്ക് 1 ലിറ്റർ കിട്ടും. അപ്പോൾ 1.5 മാത്രമാണ് ബ്ലാക്ക് കിട്ടുക. അപ്പം അങ്ങനെ ഞാൻ ഫൈനലി എനിക്ക് അവർ ഈ കളർ തന്നെ സ്പെഷ്യൽ എഡിഷൻ കളറായിരുന്നു. അപ്പോൾ ഈ കളർ എനിക്ക് തോന്നുന്നത് ഭയങ്കര റെയർ ഈ കളർ കണ്ടുപിടിക്കും. ഞങ്ങൾ തന്നെ 2 വട്ടം കണ്ടിട്ടുണ്ട് ഈ കളർ, അല്ലാണ്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ഇല്ല ഫുൾ എനിക്ക് തോന്നുന്നു വൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ. പക്ഷെ വൈറ്റ് നല്ല കളർ, ആ സ്മോക്കൊക്കെ ചെയ്താണ് ശരിക്കും വൈറ്റിലറിയാം. പിന്നെ ഇതിലോട്ട് വരുമ്പോൾ ഈ സ്ട്രിപ്പൊക്കെ ബ്ലാക്ക് ആട്ടോ. നമുക്ക് സാധാ ഇതിലോട്ട് വരുമ്പോൾ ഇവിടെയൊക്കെ ഒരു സിൽവർ ഫിനിഷ് ആണ് ബാക്കിലും കൊടുക്കും. ഇതിലോട്ട് വരുമ്പോൾ ഇത് ഫുള്ളും ബ്ലാക്ക് തീമിലോട്ട് മാറും. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് 1 ലിറ്റർ GT ലൈൻ തന്നെ, എന്റെ എല്ലാ ആഗ്രഹങ്ങളും ഇത് ഫുൾ ഒന്നും ചെയ്യണ്ട, വണ്ടി ഒന്നും ചെയ്യണ്ട. ഞാൻ ആകെ ചെയ്തത് ഈ സ്മോക്ക് ചെയ്തു, ക്യാമറ വെച്ചു, ടിൻറ്റിന്റെ അത്രയാണ് ചെയ്തത്. അപ്പോൾ ഇതിന് ഓൺ റോഡ് എത്രയായിരുന്നു പ്രൈസ്? ഇത് ഓൺ റോഡ് ഇപ്പൊ എനിക്ക് ലോയൽറ്റി ബോണസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, ഓൾറെഡി വോക്സ്വാഗൻ യൂസർ ഒക്കെ ആയതുകൊണ്ട്. അത് ശരി. അപ്പൊ എനിക്ക് 16,50,000 ആ ഒരു പ്രൈസിന് നമുക്ക് ഇത്രയും സാധനങ്ങൾ. കാരണം ഹൈലൈൻ പ്ലസിലോട്ട് GT ലൈനിലോട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട്, ഞാൻ ശരിക്കും അതുകൊണ്ട് ടോപ്പ് ലൈൻ എടുക്കേണ്ടത്. ടോപ്പ് ലൈൻ എടുക്കാത്തതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ പൈസയുടെ മാത്രമല്ല, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പിന്നെ ഈ കോസ്മെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ചെയ്യേണ്ടി വരും. ഇന്റീരിയർ ബ്ലാക്ക് അല്ല തന്നെ, ബീജ് ആൻഡ് ബ്ലാക്ക് ഫിനിഷ് ആണ് ഇന്റീരിയർ ടോപ്പ് ലൈൻ. അതിൽ വരുന്നത് നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് വരും, പിന്നെ ഓട്ടോമാറ്റിക് സീറ്റ്സ് വരും. ഇതിൽ നമുക്ക് മാനുവൽ സീറ്റ്സ് അല്ല. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഓട്ടോമാറ്റിക് സീറ്റ്സിനായിട്ട് ഇഷ്ടം മാനുവൽ, കാരണം പെട്ടെന്ന് ഇട്ടിട്ട് ഓട്ടോമാറ്റിക് കുറച്ച് സ്ലോ ആണ്. അത് എല്ലാവർക്കും അങ്ങനെയല്ല. എനിക്ക് പെട്ടെന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനാണ് മെയിനിൽ ഓടിക്കണത്. പിന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ 5-6 പേരുണ്ട്. പക്ഷെ ഞങ്ങളെ പോലെ സൈസുള്ള ഒരു 3-4 പേരുണ്ട്. പിന്നെ ക്ഷീണിച്ചായിട്ട് എൻ്റെ ഒരു കസിൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് പൊതുവെ ഈ ഒരു സീറ്റ് എല്ലാവർക്കും കംഫർട്ടബിൾ ആണ് ഓടിക്കാൻ. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ വിചാരിച്ചു അത്, പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്സ്, അങ്ങനെ കുറച്ച് വ്യത്യാസം. അതിനുവേണ്ടി നമ്മളൊരു 2 lakh പ്ലസ് നമ്മൾ ഇത് ഓട്ടോമാറ്റിക്കലി, ഇത് മാനുവലാണ്. മാനുവല് അത് നമുക്ക് പിന്നെ വരാം മാനുവലിലോട്ട്. അത് പലർക്കും ഒരു കോൺട്രവേഴ്സി ടോക്കാണ്, മാനുവൽ ഓർ ഓട്ടോമാറ്റിക് എന്നുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രയോറിറ്റീസിന് മീറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ യു ക്യാൻ ചൂസ് വാട്ട് എവർ യു വാണ്ട് എന്നുള്ളൊരു സംഭവമാണ്. നമുക്ക് നമ്മളെല്ലാവരും പറയണതുണ്ട് അതേ നല്ലതെന്നുള്ളൊരു സംഭവമൊന്നുമില്ല. ഓരോന്നിനും ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. യെസ്, എനിക്കാണ് ഓട്ടോമാറ്റിക്കിലോട്ട് വരുമ്പോൾ ഒരു 1 lakh സംതിങ് വ്യത്യാസമുണ്ട്. 80-50 വരും ഓട്ടോമാറ്റിക്കിലോട്ട് വരുമ്പോൾ. അപ്പൊ അത്രയും വ്യത്യാസമുണ്ട്. പക്ഷെ 16,50,000 ലോയൽറ്റി ബോണസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു 16,80,000 അത് കൂടും. അണ്ടർ 17 lakhs എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കാണാനും അടിപൊളി. ഇങ്ങനത്തെ ഒരു പർപ്പസ് ഉള്ള ഒരാൾക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും ഞാൻ സജസ്റ്റ് ചെയ്യും. എന്തായാലും ഒരു മാസമായിട്ടില്ല, പക്ഷെ എന്നാലും 2000 അടുത്ത കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ട്. അത് മീൻസ് ഞങ്ങൾ മലപ്പുറം, ഇവിടുന്ന് മലപ്പുറം അറിയാലോ, അത്യാവശ്യം ലോങ് ആണ്. കുറെ
പല ടൈപ്പുള്ള വേരിയേഷൻസ് ഉള്ള റോഡാണ്. പിന്നെ ഇവിടുന്ന് പാലക്കാട് അത് ഫുൾ ഹൈവേ സ്ട്രെച്ചിങ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ക്ലിയറൻസും പ്രശ്നമില്ലാത്തതുകൊണ്ട് റോഡ് പണിയൊന്നും വലിയ സൂക്ഷിക്കേണ്ട ആവശ്യം. ഇപ്പൊ നമ്മൾ വന്ന വഴി ഭയങ്കര അപ്സോഡ്. ഞാൻ പോളോ ഒക്കെ ആണെങ്കിൽ ശരിക്കും സൂക്ഷിച്ച് നമ്മളിങ്ങനെ കയറ്റി ഇറക്കിയൊക്കെ എടുക്കണം. പോള് എപ്പോഴും അടി തട്ടും, സത്യമായിട്ട്. പോള് ഞങ്ങളുടെ അവിടെ ഒരു കയറുമ്പോൾ ഒരു ഹമ്പൊക്കെ ഉണ്ട്, അവിടെ ഒക്കെ അടി തട്ടും. കാരണം പോളോയ്ക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറവാണ്. ഇല്ല ഒന്നും ചെയ്തിട്ടില്ല, വണ്ടി സ്റ്റോക്ക് ഫാമിലി യൂസ് ആണ്. നമുക്ക് അങ്ങനെ സ്പോർട്ടി ആയിട്ടൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് സ്റ്റോക്ക് ആസ് ഇറ്റ് ഈസ് എന്നുള്ള രീതിയിൽ സ്റ്റോക്ക് ആയിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഇതിലോട്ട് വരുമ്പോൾ എനിക്ക് ദൈവം അനുഗ്രഹിച്ച് ഇതുവരെ എനിക്ക് അടിയിട്ടില്ല. അത് ഞാൻ അത്യാവശ്യം മോശമായിട്ടുള്ള റോഡിൽ കൂടെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ അടി തട്ടുമെന്ന് വിചാരിച്ച് വലിയ ഹമ്പുകളിലൊക്കെ എടുത്തു നോക്കിയിട്ടുണ്ട്. എനിക്ക് ഇതുവരെ അടി തട്ടിയിട്ടില്ല. പിന്നെ ഫുള്ളി പാക്ഡ് ആയിട്ട് ഞങ്ങൾ മലപ്പുറം പോയി തിരിച്ചു വന്നതാണ്. അപ്പോൾ അവിടെ ചില സ്ഥലത്ത് റോഡ് പണിയൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒരു സീനും എനിക്ക് ഇതുവരെ അടി തട്ടി. യെസ്, 5 പേരും ലഗേജും ഫുള്ളി പാക്ഡ് ആയിട്ടാണ് നമ്മൾ പോയത്. പക്ഷെ എന്നിട്ടും എനിക്ക് അടി തട്ടിയിട്ടുണ്ടാവില്ല. മെയിൻലി എനിക്ക് പോളോ ഓടിച്ച് ശീലമുള്ളതുകൊണ്ടായിരിക്കും ഞാൻ എപ്പോഴും ഹമ്പ് എടുക്കുമ്പോൾ ഈ വീല് ഫ്രണ്ടിലോട്ട് കയറ്റി അങ്ങനെയാണ് എടുത്ത് ശീലം എനിക്ക്. അപ്പൊ അതുകൊണ്ട് വലിയ ഹമ്പ് കാണുമ്പോൾ ഞാൻ അങ്ങനെ എടുക്കാറ്. ചിലപ്പോൾ അതുകൊണ്ടും ആയിരിക്കും കേട്ടോ. പിന്നെ അതൊക്കെയായിരുന്നു. വീണ്ടും ഫോക്സ് വാഗൻ ഇതൊരു MVD ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ഷൂട്ട് ചെയ്യുന്ന ഇഷ്യൂ ആവുമെന്ന് അറിയില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഒന്ന് ആംഗിൾ മാറ്റിയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. സോ ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ, മാനുവൽ ചൂസ് ചെയ്തത് എന്തുകൊണ്ട്? ഇപ്പോഴത്തെ പല വണ്ടികൾക്കും ഓട്ടോമാറ്റിക് മാത്രമുള്ള വേരിയൻസിന് മാനുവൽ വേരിയൻ്റ് ആയിട്ട് ഒരു സ്പെഷ്യൽ എഡിഷൻ ഇറക്കാറുണ്ട്. ഈവൻ നമ്മുടെ ഫോർച്യൂണർ 4x4 പോലും റീസെൻ്റ്ലി ആണ് ഒരു മാനുവൽ മോഡൽ കൊണ്ടുവന്നത്. അതുപോലെ ഇതിലും ഓട്ടോമാറ്റിക്കിൽ നിന്ന് മാനുവൽ മോഡൽ അവതരിപ്പിച്ചു. അത് ചൂസ് ചെയ്തത് എന്തുകൊണ്ട്? അത് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒന്നാമത് ആരോ പോലത്തെ അത്രയ്ക്കും ബമ്പർ ടു ബമ്പർ ട്രാഫിക് ഉള്ള ഒരു സിറ്റിയിലാണ് ഞാൻ മാനുവൽ എടുത്തത്. അപ്പോൾ മെയിൻലി ഉള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നമ്മൾ സിറ്റിയിലുള്ള ഒരു സംഭവം മാറ്റി വെച്ചാൽ ഹൈവേസ്, അതായത് നല്ല സ്ട്രെച്ച്. ഞങ്ങളിപ്പോൾ ഇതെടുത്താൽ അത്യാവശ്യം നമ്മൾ ലോങ് ഉണ്ടാവും, ഒരു ബാംഗ്ലൂർ, ഹൈദരാബാദ്, അങ്ങനത്തെ അത്യാവശ്യം ലോങ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഉള്ള ഒരു സംഭവമാണ് ഹൈവേസിൽ എനിക്ക് ഓട്ടോമാറ്റിക് ഭയങ്കര ബോറിംഗ് ആണ്. അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും. എനിക്ക് സിറ്റീസിൽ മാനുവൽ ഓടിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം പൊതുവെ ഞാൻ പറഞ്ഞു എൻ്റെ പോളോ മാനുവലാണ്. അതെന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ക്ലച്ച് എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ, ടൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്കും ടൈറ്റ് ക്ലച്ച്. ഡീസൽ പോളോയുടെ ക്ലച്ചൊക്കെ ഭയങ്കര ടൈറ്റ് ആണ്. ഇതിന്റെ നമുക്ക് എനിക്ക് പുതിയ ഹിണ്ടായി ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ക്ലച്ച് ഒരു ടൈറ്റ് ആണ്. പക്ഷെ എനിക്കത് ഭയങ്കര സോഫ്റ്റ്. അതിൽ നിന്ന് വന്നുകൊണ്ട് ഭയങ്കര സോഫ്റ്റ് ആണ്. സ്റ്റിയറിംഗ് ഒക്കെ ആണെങ്കിലും ഭയങ്കര സ്മൂത്ത് ആണ് ഇതിന്റെ. പ്രത്യേകിച്ച് മീൻസ് ഇപ്പം UK ആയിരുന്നു, സോ അവിടുന്ന് വണ്ടികളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം ഓട്ടോമാറ്റിക് ആണ്. എല്ലാം ഓട്ടോമാറ്റിക്. അപ്പോൾ മാനുവൽ ചൂസ് ചെയ്തില്ല, അതാണ് അതെ. എനിക്ക് മാനുവൽ പൊതുവെ മാനുവലിനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഓട്ടോമാറ്റിക്കിലോട്ട് പോവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിന്റെ DSC ഒക്കെ വണ്ടർഫുൾ ട്രാൻസ്മിഷൻസ് ആണ്. ഇപ്പൊ ടോർക്ക് കൺവെർട്ടർ ആണെങ്കിൽ പോലും എനിക്ക് വേണമെങ്കിൽ ഈ ടോർക്ക് കൺവെർട്ടർ എനിക്ക് ബാക്കിയുള്ള AMT അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ടോർക്ക് കൺവെർട്ടർ ഇസ് എ ഗുഡ് ട്രാൻസ്മിഷൻ എനിവേ. ബട്ട് എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടം മാനുവൽ. ഓട്ടോമാറ്റിക് ഓടിക്കാൻ ഭയങ്കര സുഖമാണ്, ഈസിയാണ്. പിന്നെ ഓട്ടോമാറ്റിക് ഓടിക്കണവർ ഒരിക്കലും തിരിച്ച് മാനുവലിലോട്ട് വരില്ല എന്നും ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഓട്ടോമാറ്റിക് അത്രയ്ക്കും റിലാക്സിങ് ആണ്. പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ചുകൂടി ഡ്രൈവർ സെൻട്രിക് പാഡൽ ഷിഫ്റ്റ് ഒക്കെ ഉണ്ട്. പാഡൽ ഷിഫ്റ്റ്, പക്ഷെ പാഡൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗിയർ ലോക്ക് ചെയ്യാൻ പറ്റില്ല. RPM കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി പാഡൽ ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ ഷിഫ്റ്റ് ആവും. മാനുവൽ മോഡ് സ്വിച്ച് ചെയ്തിട്ട് എനിക്ക് പാഡൽ ഷിഫ്റ്റിൽ അങ്ങനെയാണ് എനിക്ക് അവിടുന്ന് ഞാൻ റിവ്യൂലാണ് കണ്ടത്. ഞാൻ ഓട്ടോമാറ്റിക് ഓടിച്ചിട്ടില്ല. RPM ലോക്കായി നമുക്ക് നിർത്താനോ റെവ് ചെയ്യാനൊന്നും പറ്റില്ല. ഓട്ടോമാറ്റിക്കലി ഗിയർ അപ്പിലോട്ട് പോകും. അപ്പോൾ എനിക്ക് കുറച്ച് നമുക്ക് മനസ്സിലായല്ലോ, ഞാൻ ഓടിക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലോണം റെവൊക്കെ ചെയ്ത് എപ്പോഴും അല്ല കേട്ടോ, എപ്പോഴും അങ്ങനെയൊക്കെ ഓടിച്ച് 4-5ഒക്കെയാണ് എൻ്റെ മൈലേജിലോട്ട് വരണം. ഞാൻ വേണ്ടി ഫോട്ടോസ് കാണിച്ചു തരാം. ഇടയ്ക്ക് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ 2.4 ആണ് എനിക്ക് ആവറേജ് അടിച്ചത്. അതെനിക്കോട് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ എന്തൊരു ബഗ്ഗാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ മലപ്പുറം പാലക്കാട് പോയപ്പോൾ എനിക്കത് 19 മൈലേജ് വരെ കാണിച്ചിട്ടുണ്ട്. ഇല്ല 90 വരെ എൻ്റെ ഫോട്ടോസ് ഉണ്ട്. അതായത് ആവറേജ് ആണോ അതോ മാക്സിമം? ആവറേജ് 18.91 എൻ്റെ ഫോട്ടോസ് ഉണ്ട്. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചായിരുന്നു. അത് അപ്പം തന്നെ ഡെഫിനറ്റ്ലി. അപ്പോൾ എനിക്ക് നമുക്ക് ഈ വണ്ടിയിൽ മൈലേജ് വേണം എന്നുള്ള രീതിയിൽ നമ്മളൊരു 1500 2000 ഇടയിലൊക്കെ RPM കീപ്പ് ചെയ്ത് പയ്യെ നമ്മൾ കുറച്ച് പേഷ്യൻ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ സിറ്റിയിലൊരു 13-14 ഒക്കെ കിട്ടും. അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഇതിൽ പൊതുവെ കിട്ടുന്നത് 6-7 ഒക്കെയാണ്. നമ്മുടെ ഡ്രൈവിങ്ങിന്റെ ആയിരിക്കും. പിന്നെ കുറച്ചുകൂടി എനിക്ക് പേഷ്യൻസ് ആയിട്ട് ഞാൻ പോകുമ്പോൾ ഒരു 9-10 ഒക്കെ കിട്ടും. അതിന്റെ മേളിലോട്ട് അങ്ങനെ എപ്പോഴും കിട്ടാറില്ല. എക്സാജറേറ്റ് ചെയ്ത് പറയണതല്ല, പക്ഷെ എനിക്ക് 13-14 ഒക്കെ കുറച്ച് റയർ ആയിട്ടാണ് കിട്ടിയത്. അത്
പ്യുവർലി നമ്മുടെ ഡ്രൈവിംഗ് കൾച്ചർ അനുസരിച്ച്. അതെ അതെ. സോ ഓടിക്കുന്നതനുസരിച്ചിരിക്കും. ലൈറ്റ് ത്രോട്ടിലൊക്കെ കൊടുത്ത് പ്രോപ്പർ ഷിഫ്റ്റിംഗ് ഒക്കെ ചെയ്ത് മാക്സിമം RP ഒന്നും കയറ്റാതെ ഓടിക്കുകയാണെങ്കിൽ ആവശ്യത്തിന് എഫിഷ്യൻസി കിട്ടും. യെസ്, പേഷ്യൻ്റ് ആയിട്ട് ഓടിക്കുകയാണെങ്കിൽ വണ്ടി തരും. പക്ഷെ നമുക്ക് അതായത് ഒരു സ്പോർട്സ് മോഡ് എന്നൊക്കെ പറയണ പോലെ തന്നെ നമ്മുടെ മൈൻഡിൽ നമ്മൾ സ്പോർട്സ് മോഡ് ആക്കാമല്ലോ. മാനുവലിൽ ഓബിയസ്ലി മോഡ്സ് ഒന്നും വന്നില്ല. അപ്പോൾ സ്പോർട്സ് മോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹയർ RPMസിലായിരിക്കും, കുറച്ചുകൂടി റെബ്ഡ് ആയിരിക്കും വണ്ടി പോവുക. മാനുവലി നമ്മൾ സ്പോർട്സ് മോഡ് അങ്ങ് മനസ്സിലങ്ങടെ ആക്കി അതുകൊണ്ട് ഓടിക്കുമ്പോഴുള്ള പ്രശ്നം ഇതാണ്. പക്ഷെ വണ്ടി 1 ലിറ്റർ 3 സിലിണ്ടറിന് നിങ്ങൾ ഒരിക്കലും പുച്ഛിക്കരുത്. പ്രത്യേകിച്ച് ഈ സ്ലാവിയ 1 ലിറ്റർ എനിക്കൊന്ന് വരണേയും അത്യാവശ്യം കുഴപ്പമില്ല. ഇത് അവര് ഇതിലെ എഞ്ചിനീയറിംഗ് സംതിങ് ആ ഒരു ചെറിയ എഞ്ചിൻ വെച്ച് എനിക്ക് തോന്നുന്നു ഇപ്പൊ സാധാരണ ചെറിയ വണ്ടികൾക്ക് ഈ സെയിം കപ്പാസിറ്റി ഓഫ് എഞ്ചിനാണ്. അതെ, അവരെ ട്യൂൺ ചെയ്താണ് ഒരു ഇതും. ഇറ്റ്സ് സംതിങ് എൽസ്, ഇറ്റ്സ് ക്യൂക്ക്. പക്ഷെ നമുക്കൊരു 1 ലിറ്റർ ആണെന്ന് പറഞ്ഞാൽ ഒരിക്കലും അണ്ടർറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ചോദിക്കാൻ വന്നത്. ഇപ്പൊ 3 സിലിണ്ടർ ആണ്. ഇപ്പൊ ലോങ് ഡ്രൈവ്സ് ഒക്കെ കൂടുതൽ പോകാറുണ്ട്, ടോപ്പ് സ്പീഡ് ഒക്കെ അത്യാവശ്യം കയറാറുണ്ടാവും, ടോപ്പ് സ്പീഡ് ക്രൂസ് ചെയ്യാറുണ്ടാവും. അതിനൊക്കെ ഈ ഒരു 3 സിലിണ്ടർ ഒരു വൈബ്രേഷനോ അല്ലെങ്കിൽ ഒരു മീൻസ് ഒരു കംഫർട്ട് കുറവ് തോന്നാറുണ്ട്? അതൊരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ആക്ച്വലി യൂസ് ചെയ്തത് ഞാനും എൻ്റെ പോളോയും 3 സിലിണ്ടറാണ്. അപ്പോൾ ആ ഒരു ഡീസലിൽ നിന്ന് എനിക്ക് ഇതിലോട്ട് വന്നപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് വൈബ്രേഷൻസോ അങ്ങനെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റണില്ല. കാരണം എനിക്കറിയില്ലല്ലോ ഇതുപോലത്തെ ഒരു വണ്ടി ഡേ ടു ഡേ ലൈഫ് യൂസ് ചെയ്യാം. അതായത് ആദ്യമായിട്ട് ഞാൻ പെട്രോളിലോട്ട് പോകണം. ഞാൻ ഇതുവരെ ഡീസലാണ്, ഞങ്ങളുടെ എല്ലാ വണ്ടികളും ഡീസലാണ്. വീട്ടിലുള്ള മറ്റു വണ്ടികൾ, കസിൻസിൻ്റെ വണ്ടികളെല്ലാം ഡീസലാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒരു പെട്രോളിലോട്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഡീസൽ വണ്ടിയിൽ ഡേ ടു ഡേ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിലോട്ട് വന്നപ്പോൾ ആ ഒരു വൈബ്രേഷൻ. പക്ഷെ ചിലപ്പോൾ ഒരു ഹോണ്ട സിറ്റി ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്ക് ഇതിലോട്ട് വന്നാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു വൈബ്രേഷൻസ് ഉണ്ട്. ഹോണ്ട സിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഹോണ്ട സിറ്റി എൻ്റെ അങ്കിളുടെ ഫ്രണ്ടിൻ്റെ ഉണ്ട്. ഞങ്ങൾ അത്യാവശ്യം ലോങ് കണ്ണൂരൊക്കെ പോയതാ, 2-3 വട്ടം കണ്ണൂര് എറണാകുളത്ത് നിന്ന് പോയിട്ടുള്ളത്. അപ്പൊ അത്യാവശ്യം ഞാൻ എന്ന് പറഞ്ഞ വണ്ടി ഓടിക്കാൻ ആർക്കും കൊടുക്കൂല. ഞാൻ കയറി കഴിഞ്ഞാൽ വണ്ടി ഞാൻ ആർക്കും കൊടുക്കാറില്ല ഓടിക്കാൻ. അതെ, നമുക്കത് വണ്ടി ഓടിക്കാണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കും, ക്ഷീണം വന്നു ഞാൻ ഓടിച്ചോളാം എന്ന് പറഞ്ഞിരിക്കും. എന്തോ ഒരു ഇതാണ് വണ്ടി ഓടിക്കാണ്ടിരിക്കുമ്പോൾ. ഞാൻ തന്നെയാണ് കൂടുതലും വണ്ടി ഓടിക്കാറ്. അപ്പോൾ ഹോണ്ട സിറ്റി എനിക്കത് 1.5 ആണ് 1 ലിറ്റർ ആണോ എനിക്ക് അറിയില്ല. ഹോണ്ട സിറ്റി എനിക്ക് അറിയില്ല അതിന്റെ എഞ്ചിൻ കപ്പാസിറ്റി എത്രയാണെന്ന് ഞാൻ 1.5. പക്ഷെ ആ വണ്ടി ഇതിൽ ലാഗാണ് കാരണം അത് മാനുവലാണ്. ഇതില് മാനുവൽ ലാഗ് ഉണ്ട്. വണ്ടി ശരിക്കും ഞാൻ ഓടിക്കുമ്പോ ഓവർടേക്കിംഗ് ഒക്കെ നമുക്ക് വളരെ സ്ട്രഗിൾ വണ്ടി ഒന്ന് ചിന്തിക്കും കേറണോലെ വിചാരിച്ചു. പക്ഷെ ഇതുണ്ടല്ലോ കാല് കൊടുത്ത വണ്ടിക്ക് ചിന്തയൊന്നുമില്ല, വണ്ടി അങ്ങനെ കയറി പോകും. അപ്പൊ ആ ഒരു എഞ്ചിന്റെ വ്യത്യാസമല്ല മെയിനായിട്ട്, അത് അവരെ ട്യൂൺ ചെയ്താണ് അവരുടെ എഞ്ചിന് അവരുടെ പർപ്പസ്. എനിക്ക് തോന്നുന്നു ഹോണ്ടയെ കുറച്ചുകൂടി റിലയബിലിറ്റിനെ ഫോക്കസ് ചെയ്താണ്. കാരണം നമ്മൾ എഞ്ചിനെ ഇത്രയും പുഷ് ചെയ്ത് കഴിയുമ്പോൾ എഞ്ചിനെ ഒബ്വിയസ്ലി നമുക്ക് ലോങ് ടൈം കിട്ടില്ല. അതാണ് ഈ ജർമ്മൻ കാസിന് റിലയബിൾ അല്ല എന്ന് പറയുന്നത്. ബാക്കിയുള്ള കാസിനായിട്ടും എഞ്ചിനെ ഇവർ കുറച്ചുകൂടി പുഷ് ചെയ്യേണ്ട ലിമിറ്റിലോട്ട്. അപ്പൊ അത് അധികം നാൾ ഇപ്പൊ നമ്മുടെ ബോഡി അതുപോലെയാണല്ലോ, നമ്മൾ ഫുൾ ടൈം പുഷ് ചെയ്തുകൊണ്ട് നമുക്ക് അധികം നാളിലോട്ട് അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിൻ കപ്പാസിറ്റി നമ്മൾ അത്രയും ചെറിയൊരു എഞ്ചിൻ ഇത്രയും പുഷ് ചെയ്യണോണ്ട് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നതാണ് റിലയബിലിറ്റിയുടെ ഇഷ്യൂസ് തന്നെ. അവരെന്ന് പറയുമ്പോൾ അവരുടെ എഞ്ചിൻസ് കുറച്ച് അവരൊന്ന് പിടിച്ചാണ് നിർത്തുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി നാള് ലാസ്റ്റ് ചെയ്യും. അതാണ് എനിക്കൊരു വ്യത്യാസം പ്രശ്നങ്ങൾ എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തത്. അതൊന്ന് എക്സ്പീരിയൻസ് കൂടെ ചെയ്തേക്കാം. സ്ലാവിയ 1 ലിറ്റർ ഓടിച്ചതുപോലെ ഒരു 1 ലിറ്റർ ഓടിക്കാം. അത് മാനുവൽ. അതെ. സോ നമ്മൾ വോച്ചേഴ്സ് 1.0 ഓടിക്കാൻ വേണ്ടിയിട്ട് കയറി. വണ്ടിയിൽ കയറുമ്പോഴേ നല്ല ആ ഒരു ഫീൽ കിട്ടും. നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഡിസ്പ്ലേയുടെ കളറും കളർ തീമും. ഓക്കെ, പിന്നെ അകത്തോട്ട് കയറി അട്രാക്ട് ചെയ്തതൊന്ന് വേഗം ഒന്ന് വേഗം പറയുകയാണെങ്കിൽ മെയിനായിട്ട് ഫുൾ ബ്ലാക്ക് തീമാണ്. ചിലർക്ക് ക്ലോസ്ട്രോഫോബിക് ആയിട്ട് തോന്നിയേക്കാട്ടോ ഫുൾ ബ്ലാക്ക്. അപ്പൊ അത് ഞാൻ പറഞ്ഞ പേഴ്സണലൈസ്ഡ് ആണ്. പക്ഷേ എനിക്ക് ഫുൾ ബ്ലാക്ക് തീമിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. കാരണം അത് നമുക്കൊരു പ്രത്യേകതരം ഒരു സ്പോർട്ട്നെസ്സും പിന്നെ നമ്മൾ വേറൊരു കാറിലാണെന്നുള്ള മീൻസ് വേറൊരു സെഗ്മെന്റ് കാസിലാന്നുള്ളൊരു ഫീലൊക്കെ തരും. സാധാരണ ഈ ബീച്ച് ആൻഡ് ബ്ലാക്ക് കണ്ട് മടുത്തവർക്കൊക്കെ എനിക്ക് ഡെഫിനറ്റ്ലി കുറച്ചുകൂടി ഒരു പ്രീമിയംനെസ് ബ്ലാക്കിൽ തോന്നും. പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് പെട്ടെന്ന് പൊടിയാവും, പക്ഷെ അത് ക്ലീൻ ചെയ്യാൻ പെട്ടെന്ന് പോവുകയും ചെയ്യും. പക്ഷെ നമ്മളെപ്പോഴും ഇതിപ്പോ കണ്ടറിയാം എല്ലാ ദിവസവും എനിക്ക് ഇതൊന്ന് തുടച്ച് വേണം പുറത്തോട്ട് പോകാൻ. ഞങ്ങൾ പോകുന്ന വഴിയാണ് ഞാനിപ്പോ ഷൂട്ട് ചെയ്തത്, അത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് എനിക്ക് ഒരു കൺസേൺ ഉണ്ടല്ലോ. പോളോയില് ഞാൻ ഭയങ്കര കൺസേൺ ഉണ്ടായിരുന്നു. അത് അടി തൊട്ടി പാവം അത് ഭയങ്കര ആവശ്യതയായിരുന്നു.
ഇഷ്ടംപോലെ അടി തട്ടിയിട്ടുണ്ട്. ഓക്കെ, ഫോൺ വെക്കാനൊക്കെ സ്പേസ് ഉണ്ട്. വയർലെസ് ചാർജറിന്റെ മേളിലാണ് വെക്കാറ്. പിന്നെ വയർലെസ് ചാർജർ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കണക്ട് ആവും. അതെന്താണ് എനിക്ക് സംഭവം എന്ന് അറിയില്ല. ഇതിൽ വരും ഇടയ്ക്ക് ഡിസ്കണക്ട് ആവുന്നത്. അപ്പൊ ഞാൻ പൊതുവെ ഉപയോഗിക്കുന്നത് കേബിളാണ്. കേബിളിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ്, ഭയങ്കര ഫാസ്റ്റ്. എനിക്ക് വോട്ട് ഐ എം നോട്ട് ഷുവർ. ഞാനത് ചോദിച്ചില്ല കറക്റ്റ്. അങ്ങനത്തെ കാര്യത്തിലൊന്നും എനിക്ക് കൂടുതൽ ഫീച്ചേഴ്സ് അങ്ങനത്തെ കാര്യത്തിലൊന്നും എനിക്കൊരു വെർനെസ്. അതുകൊണ്ടാണ് ഞാൻ ഒബ്വിയസ്ലി ഈ ഒരു വേരിയന്റിലോട്ട് പർച്ചേസിലോട്ട് വന്നത്. പെട്ടെന്ന് ചാർജ് ഒക്കെ കുഴപ്പമില്ല അതൊക്കെ. പക്ഷെ ഈ ഇടയിൽ എനിക്ക് റീസെന്റ് ഒരു 1 വീക്ക് ആയിട്ട് എനിക്ക് എന്തായാലും രജിസ്ട്രേഷൻ ഷോറൂമിൽ പോകുമ്പോൾ ഞാനത് പറയുന്നുണ്ട്, ആപ്പിൾ കാർപ്ലേ ഡിസ്കണക്ട് ആവുക. പിന്നെ ഇതിന്റെ ഓൾറെഡി വയർലെസ് ആണ്. പക്ഷെ വയേർഡ് ആക്കിയ ഇപ്പോഴും നമുക്കറിയാം. ഇപ്പൊ ഞാൻ കുത്തിയിട്ടേക്കാം, എന്നിട്ടും നമുക്ക് ആപ്പിൾ കാർപ്ലേ കണക്ട് ആയിട്ടില്ല. ഉണ്ടോ? അതൊരു മെയിൻ ഒരു ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ ഒരു കൺസേൺസ് ഉള്ളു. അല്ലാണ്ട് എനിക്ക് മെയിനിൽ പിന്നെ ഈ AC-യുടെ ഇവന്റ് ഉണ്ട്. ഇതിന്റെ ഒരു ക്വാളിറ്റി ചീപ്പ് ക്വാളിറ്റി ആയിട്ട് തോന്നി. പിന്നെ ഈ നമ്മുടെ ഹാൻഡ് റെയിൽ ഇതിന്റെ ഒരു ക്വാളിറ്റി പോളോ ഒക്കെ വെച്ചാണ് ഞാൻ പോളോ വെച്ച് കമ്പയർ പല വണ്ടിക്കും അവിടെ ഇല്ല, പക്ഷെ അതിൽ അവിടെ ഉണ്ട്. പക്ഷെ ആ ചെറിയ ചെറിയ പോർഷൻസ്. പിന്നെ ഇവിടെയൊക്കെ ഭയങ്കര പ്ലാസ്റ്റിക് ഒരു ചെറിയൊരു ലെതർ റാപ്പ് കൊടുക്കായിരുന്നു. സംഭവം ഈ പ്രൈസ് റേഞ്ച് ആണെങ്കിൽ പോലും എന്നാലും ലെതർ റാപ്പ് എനിക്ക് ഇത്രയും വലിയൊരു ഇവിടത്തേക്കൊരു ക്വാളിറ്റി ഒരു മെറ്റീരിയൽ ഒക്കെ നമുക്ക് കുറച്ച് ചീപ്പ് ഫിനിഷ് ഡെഫിനറ്റ്ലി. പക്ഷെ ഇതൊക്കെ ഈ കൺസോളിന്റെ ഏരിയയിലുള്ള ഡാഷ്ബോർഡിന്റെ അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് പിയാനോ ബ്ലാക്കും. പിന്നെ ഇൻഫോർടൈൻമെന്റ് നല്ല റെസ്പോൺസീവ് ആണ്. ഇൻഫോർടൈൻമെന്റും MID ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഫോൺ ഉപയോഗിക്കണമല്ലോ. അതെ, ചില ഇൻഫോർടൈൻമെന്റ്സ് ഭയങ്കര ലാഗ്. തൊട്ട് കഴിഞ്ഞ് അതൊന്നും ആലോചിക്കും വരണോ വേണ്ടോ. പക്ഷെ ഇതിന്റെ നമുക്ക് ഇപ്പൊ കണ്ടാൽ തന്നെ അറിയണ്ട ഭയങ്കര സ്മൂത്ത് ആയിട്ട്. ഐപാഡ് ഒക്കെ യൂസ് ചെയ്യണോ അത്രയും റിഫ്രഷ് ആയിട്ട് ഇല്ലെങ്കിൽ പോലും MID അടിപൊളിയല്ലേ? നമുക്ക് അതിൽ തന്നെ ഒരു 3 മോഡുണ്ട്. ഞാൻ കൂടുതൽ ഓടിക്കണ മോഡ് മറ്റേ ജസ്റ്റ് സ്പീഡും മാത്രം കാണിക്കുന്നതാണ്. സ്പീഡ് ഒന്ന് ട്രൈ ചെയ്തേക്കാം. പിന്നെ എനിക്ക് സ്ലാവിയ ഓടിച്ചിട്ട് കുറച്ച് നാളായതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ചുകൂടെ റിഫൈൻഡ് ഫീൽ ചെയ്യും. അതിന് പുതിയ 2025 മോഡലിന് വ്യത്യാസം വന്നിട്ടുണ്ടോ ട്യൂണിങ്ങിൽ എന്ന് എനിക്കറിയില്ല. പഴയത് ഓടിച്ചിട്ടില്ല. ഇതിന് കുറച്ച് നോയ്സാണ്. നോയ്സ് കുറവായതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഹയർ RPM-ത്തിലോട്ട് വരുമ്പോൾ നോയ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു അഗ്രസീവ് നോയ്സ് ആണ്. അപ്പൊ അത് കുറച്ചുകൂടി നൈസ്. ബ്രോ ഒന്ന് കുറച്ച് RPM കൂട്ടിയെടുത്തു വണ്ടി. നല്ലൊരു നോട്ടല്ലേ ഇതിന്റെ? അതെ, ആ നോട്ട് എനിക്ക് ഇതിന്റെ ഭയങ്കര ഇഷ്ടമാണ്. നോട്ട് മാനുവലാണ് നമുക്ക് ഇത്ര ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. മാനുവൽ അല്ലാത്തത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇത് പോകും. അടുത്ത ഗിയറിലോട്ട് പാഡൽ ഷിഫ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റി ഡ്രൈവ് ഉള്ള ഇരിക്കുന്നത് ഇനഫാണ്. എനിക്ക് ഇത് 1.5 അതായത് 7 lakh കൊടുത്തൊരു 1.5 പോകേണ്ട ഒരു ആവശ്യമേ തോന്നിയിട്ടില്ല ഇതില്. ഇത് ഓടിച്ചിട്ട് വണ്ടി എങ്ങനെയുണ്ട്? അത്യാവശ്യം റെസ്പോൺസീവ് അല്ല വണ്ടി. പുതുമ വീണ് ഫീൽ ചെയ്യുന്ന കേട്ടോ. പിന്നെ ഇതിന്റെ സ്റ്റിയറിംഗ് ബാൻഡ് സ്റ്റെബിലിറ്റി ഉണ്ടല്ലോ. ഇപ്പൊ ബ്രോ മറ്റേ ലൈനിൽ കൂടെ പോകുമ്പോ ബ്രോ ഒരു ക്വിക്ക് സ്വിച്ച് ചെയ്താലും വണ്ടി നേരെ നിന്ന് അങ്ങോട്ട് പോകും. അത് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അത്യാവശ്യം ഒരു സ്പീഡിൽ, അതായത് 90-100 സ്വിച്ച് ചെയ്ത് വെക്കും വണ്ടി അവിടെ തന്നെ നിൽക്കും. ഐ എം കോൺഫിഡൻറ്റ്. കാരണം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ടെസ്റ്റ് ഡ്രൈവ് എടുത്തത്. കേരളത്തിന് പുറത്ത് പോയപ്പോൾ എത്ര വരെ കയറി? കേരളത്തിന് പുറത്ത് പോയിട്ടില്ല വണ്ടി. പക്ഷെ ഇവിടെ തന്നെ നമ്മൾ അത്യാവശ്യം കയറ്റിയിട്ട് ഞാൻ പറയണില്ല. പക്ഷെ നമ്മൾ അത്യാവശ്യമൊക്കെ പോയിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ നെഗറ്റീവ്സ് എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. നെഗറ്റീവ്സ് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞത് ഈ ചെറിയ ഇന്റീരിയർ ക്വാളിറ്റീസ്. ഡ്രൈവിംഗ് സെന്ററിൽ നിന്ന് എനിക്ക് നോ നെഗറ്റീവ്സ്. എനിക്ക് തോന്നുന്നു ഈ ബഡ്ജറ്റിൽ ദിസ് ഈസ് ഗുഡ് മെഷീൻ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മളോട് ഒരു നീതി പുലർത്തുന്നുണ്ട്. മീൻസ് അവർ പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ എനിക്ക് നെഗറ്റീവ്സ് ആയിട്ട് മെയിൻ ആയിട്ട് തോന്നിയത് ഈ കുറച്ച് പ്ലാസ്റ്റിക് തിങ്സ്. പിന്നെ ഇതിന്റെ നെഗറ്റീവായിട്ട് ആദ്യം തോന്നിയത് എനിക്ക് AC ബാക്കിലെ ക്വാർട്ടർ പാനലിലൊക്കെ നമ്മളിങ്ങനെ ചാരി കിടക്കുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഫുൾ ഗാർബെയർ ആൻഡ് സൺകൂൾ ടിൻഡ് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം നമ്മൾ കുഴപ്പമില്ലാത്ത പ്രൈസിൻ്റെയാണ് ചെയ്തത്. പക്ഷെ ഇപ്പൊ ബ്രോയ്ക്ക് നമ്മളെ നട്ടുച്ച വെയിലത്താണ് പോകുന്നത് ഇപ്പോഴും. പക്ഷെ എന്നാലും അത്യാവശ്യം ഇതൊന്നും അല്ലായിരുന്നു
മുട്ടിന്റെ ഏത്തപ്പുള്ള ഇത് വണ്ടിയുടെ അവസ്ഥ. ഓക്കെ. മുട്ട് ഇവിടെയൊക്കെ നല്ല വെയിലടിക്കുന്നു. സോ ഞാനും ടിൻഡ് ചെയ്തു അടുത്തിടയ്ക്ക് കൊച്ചിയിൽ മോജോ ഓട്ടോ കഫേയിലാണ് ചെയ്തത്. എനിക്കും ഇപ്പൊ നല്ല കൂളിംഗ് ആണ്, മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത്. നല്ല എല്ലാ റേറ്റിലും ഉണ്ട്, പല റേറ്റിലും ഉണ്ട്. ഇത് എത്ര കോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു? ഇതെനിക്കാണ് ഫ്രണ്ട് ഗ്ലാസ് ഞാൻ സെപ്പറേറ്റ് ചെയ്തത്. ഫ്രണ്ട് ഗ്ലാസ് അൺകൂൾ ചെയ്താണ്. ഇത് അത്യാവശ്യം എക്സ്പെൻസീവ്, 8,000 സംതിങ് ഫ്രണ്ട് ഗ്ലാസ് വന്നിട്ടുണ്ട്. പിന്നെ സൈഡ് ഗ്ലാസ് എല്ലാം ചെയ്തത് എനിക്ക് മൊത്തത്തിൽ വന്നത് ഒരു 15-16 റേഞ്ച്. ബിലോ 10 നിന്നു. അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് നിർത്താൻ പറ്റും. അത്യാവശ്യം പിന്നെയും നിർത്താം. ഞാൻ പോളോയിലൊക്കെ പക്ഷേ ഞാൻ ഇല്ലീഗൽ മീൻസ് ഫുൾ ഡാർക്ക് ചെയ്താണ്. പക്ഷെ ഇതിലോട്ട് വന്നപ്പോ ഞാൻ ഫാമിലി യൂസ് ആണ്, ലോങ് ഡ്രൈവ്സ് ഒക്കെ പോകുന്നില്ല. അതുകൊണ്ട് വെറുതെ ഞാൻ നിർത്തിയൊരു ഇതാവണ്ടെന്നൊക്കെ വിചാരിച്ചു നമ്മൾ അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള നെഗറ്റീവ് ഈ ഓട്ടോ ഓഫില് വണ്ടിക്ക് തോന്നിയ ഓഫ് ആവും, തോന്നിയില്ലെങ്കിൽ ഓഫ് ആവില്ല. അതാണ് വണ്ടിയുടെ അവസ്ഥ. എപ്പോഴും ഒരേ സിറ്റുവേഷനിലല്ല. നമ്മൾ ഇടയ്ക്ക് വണ്ടി ഓഫ് ആവും, ഇടയ്ക്ക് ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി ഓഫ് ആവില്ല. അത് കുറച്ചുകൂടി അവരുടെ ആ ടൈമിംഗ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടെന്ന് എനിക്ക്. കുഴപ്പമില്ല, എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടന്റെ അടുത്ത് തന്നെ ഓഫ് ആക്കാം. പിന്നെ ഞാനത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ അധികം ഞാൻ ഫീച്ചറിനെ പറ്റി അങ്ങനെ പറയുന്ന ഒരാളല്ല. എനിക്ക് അങ്ങനെ ഫീച്ചേഴ്സ് ഒന്നും വേണമെന്നില്ല. സോ അങ്ങനെ ഒരാൾക്കും ഇഷ്ടപ്പെട്ടു ഈ 1 ലിറ്റർ. അതെ അതെ, എനിക്ക് ഡ്രൈവിംഗ് ഫീഡ്ബാക്ക് ആണ് എന്റെ മെയിൻ സംഭവം. വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ട് അത്രയും ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഓക്കെ. പിന്നെ ബാക്കിൽ കയറി ഇറങ്ങുന്നതിന്റെ പലരും ചോദിക്കാറുള്ളതാണ്, വേർച്ചസ് വേണോ അതോ 700 വേണോ അല്ലെങ്കിൽ സെൽറ്റോസ് വേണോ എന്നൊക്കെ പല കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്. അത് മെയിൻലി ഈ കാര്യം കൊണ്ടാണ്. ബാക്കിൽ പ്രായമുള്ളവർക്ക് കയറി ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് അതെങ്ങനെ ബ്രോയുടെ ഫാമിലിയിൽ യൂസ് ചെയ്തപ്പോൾ എഫക്ട് ചെയ്തു? ബുദ്ധിമുട്ടുണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയല്ല. നമ്മള് എനിക്കൊരു പോളോയുടെ ഹൈറ്റ് ഒക്കെ സീറ്റൊക്കെ കുറച്ചുകൂടി ഹൈറ്റിലാണ്. അപ്പോൾ അവർക്ക് എൻ്റെ അങ്കിള് ഫ്രണ്ടിൽ കയറി ഇതെന്താണ് കുഴിയിലാണ് ഞാൻ ഇരിക്കണേതാണ് എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത്. പക്ഷേ ഇറ്റ്സ് അബൌട്ട് വണ്ടിയുടെ ആ ഒരു പ്രപ്പോർഷൻസ് കൊണ്ട് ഇരിക്കുകയും ഇങ്ങനത്തെ ഒരു സീറ്റ്. പക്ഷെ നല്ല തൈ സപ്പോർട്ടൊക്കെ ഉണ്ട്. പക്ഷെ ബാക്ക് സീറ്റിലും ഫ്രണ്ട് സീറ്റിലൊക്കെ കയറി ഇറങ്ങാൻ കുറച്ച് പ്രായമായവർക്കുണ്ട്, നമുക്കൊന്നും സീനൊന്നും ഉണ്ടാവില്ല. പ്രായമായവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. പിന്നെ കുറച്ച് ഇങ്ങനെ കുഴിയിലിരിക്കുന്ന ഒരു ഫീലാണ്. ഇരുന്ന് കഴിഞ്ഞാൽ ഓക്കെ കംഫർട്ടബിൾ. ലെഗ് റൂം ഒക്കെ അത്യാവശ്യം നല്ല ലെഗ് റൂമാണ്, ബാക്കിലൊക്കെ അത്യാവശ്യം. പിന്നെ ഫ്രണ്ടിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട്. എനിക്ക് എൻ്റെ ഒരു ഇതിൽ 5 പേർക്ക് അത്ര ബെസ്റ്റ് അല്ല എന്ന് പറയുന്നത്. അത്യാവശ്യം ഞങ്ങളെ പോലൊക്കെ സൈസുള്ള ആൾക്കാരാണെങ്കിൽ 5 പേർക്കൊന്നും അത്ര ബെസ്റ്റ് അല്ല. പക്ഷെ ഒരു 4 പേര്, അതൊരു 4 പീപ്പിൾ ഫാമിലിയോ അല്ലാണ്ട് പുതിയതായി മാരീഡ് ആയിട്ടുള്ള അതൊരു ടീൻ ലെവലിലൊക്കെ നിൽക്കണവരോ അങ്ങനത്തെ ഉള്ളവരൊക്കെ ഒരു കാർ ഈ ഒരു പ്രൈസിലൊക്കെ നോക്കണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. മാത്രമല്ല ഇതിന്റെ ബേസ് മോഡൽ 13.5 lakhs അല്ലെങ്കിൽ ഒരു 14 lakhsൽ താഴെ നിങ്ങൾക്ക് വേർച്ചസ് സ്വന്തമാക്കാൻ പറ്റും. ഈ സെയിം എഞ്ചിൻ സ്പെക് ഒക്കെ തന്നെയാണ്. പക്ഷെ ഇതൊന്നും സംഭവങ്ങളൊന്നും കാണില്ല. എന്നാലും ഏറ്റവും ബേസ് വരും. പിന്നെ എനിക്ക് ഹൈലൈറ്റിലോട്ട് വരുമ്പോൾ കുറച്ച് ഇത് വരും, പക്ഷെ അത് അനലോഗ് തന്നെ വരും. അങ്ങനെ കുറച്ച് എൻ്റെ ഒരു ഇതിൽ ശരിക്കും 2 lakhs കൊടുത്ത ഇത് ശരിക്കും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടി ആയിട്ടുള്ളൊരു സെഗ്മെന്റ് ആണ്. ഈ ഒരു വാല്യൂ ഫോർ മണിയാണ് ഉറപ്പായിട്ടും. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വണ്ടി ഇത്രയൊക്കെ സാധനങ്ങൾ തന്നെ ഉണ്ട്. ഓട്ടോമാറ്റിക് AC ഉണ്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, ഓട്ടോമാറ്റിക് ആയിട്ടുള്ള അതും മറ്റേ പ്രൊജക്ട് ലാമ്പാണ് വരുന്നത്. അങ്ങനെ എല്ലാം റേറ്റ് സെൻസിങ് വൈപ്പേഴ്സ്. എനിക്ക് തോന്നുന്നു പല ആൾക്കാർ ഈ സംഭവങ്ങളൊന്നും ഇല്ല ഈ പ്രൈസ് റേഞ്ചിലുള്ള ചില വണ്ടികൾ. സൺറൂഫ് ഡെഫിനറ്റ്ലി സൺറൂഫ് ഇടയ്ക്ക് നമ്മളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണത് ചൂട് ബ്ലാക്ക് ഇന്റീരിയർ ആണ്. ഏറ്റവും കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്യണ ഒരു കളറാണ് ബ്ലാക്ക്. ഒബ്വിയസ്ലി ഇതിൻ്റെ അകത്ത് നമ്മൾ നല്ല വെയിലൊക്കെ കൊണ്ടുപോയിട്ടാൽ നല്ല ചൂട് പാത്രത്തിൽ കയറിയിരിക്കണ പോലെയാണ് ഇടയ്ക്ക്. പക്ഷേ ക്യുക്കായിട്ട് തന്നെ സംഭവം. പിന്നെ ഒന്ന് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ ഈ ബ്ലാക്ക് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു തണുപ്പ് കുറച്ചുകൂടി നിൽക്കുകയും ചെയ്തു. AC കുറച്ച് മോശമായിട്ട് തോന്നുന്നു കമ്പയർ ടു പഴയ ബോക്സ്. എൻ്റെ പോളോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നുണ്ട്, ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, ഏതായാലും കൊള്ളാം. നമുക്ക് നല്ലൊരു റിവ്യൂസ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നല്ല ഡ്രൈവ് ചെയ്ത് കുറച്ച് നാളായിട്ടുണ്ട്. ഒരു മന്ത് 3 വീക്സ് ആയിട്ടുള്ള വണ്ടി 2000 കിലോമീറ്റേഴ്സ് ആയി. അതെ, ഏതായാലും പുതിയ മോഡലാണ്, പുതിയ വേരിയന്റ് ആണ്. ഇതിനെ അറിയാത്തവർക്ക് ഒരു യൂസറിന്റെ ഭാഗത്തു നിന്ന് തന്നെ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ചോദിക്കുകയാണ്, എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഒരു സംഭവം. AC-യുടെ കൺട്രോൾസ് ടച്ചാണ്, ഫെദർ ടച്ചാണ്, അതെങ്ങനെ ഫീൽ ചെയ്യുന്നു? എല്ലാവർക്കും അതൊരു ആക്ച്വലി എല്ലാവരും മെയിനായിട്ട് പറഞ്ഞ ഒരു കൺസേൺ ആണ് ഇതിന്റെ സംഭവം. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരന് പുതിയതായിട്ട് BMW മറ്റേ പുതിയ 5 സീരീസ് എടുത്തിട്ടുണ്ട്. ഇത് ബുദ്ധിമുട്ടുള്ളവർ ചിലപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അവർ ഇങ്ങനെ ആലോചിക്കും അതിന്റെ എവിടെയാണ്. കാരണം അതിന്റെ ഈ ബീഡിങ്ങില്ലേ അതാണ് അതിന്റെ AC വെന്റ്. അവിടെ തന്നെ ഒരു ചെറിയ മീറ്ററാണ് കൊടുത്തത്, ടച്ച് കൺട്രോൾ ആണ്, ഫുള്ളി ടച്ച് കൺട്രോൾ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബോക്സ് കുറച്ചുകൂടി അപ്ഡേറ്റ് ആണ്. പക്ഷെ എനിക്കിത് ഞാൻ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഗിയറിൽ ഹോൾഡ് ചെയ്യും കൈ, എന്നിട്ട് എനിക്ക് ശരിക്കും ഈ ഒരു ഇവരൊരു കേവ് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും എനിക്ക് മീൻ ചെയ്യാൻ പറ്റും. ഞാനിതിലിങ്ങനെ സ്ലൈഡ് ചെയ്താണ് കൂടുതലും
യൂസ് ചെയ്യുക. അതായത് വണ്ടി ഓടിക്കുമ്പോൾ ആവശ്യമുള്ളത് ഇങ്ങനെ സ്ലൈഡ് ചെയ്യും. എത്രയാ ഡിഗ്രി എന്ന് മാത്രം നോക്കേണ്ട ആവശ്യമുള്ളൂ. മറ്റേ ഫാനും ഇങ്ങനെ തന്നെ ഞാൻ സ്ലൈഡ് ചെയ്ത് നോക്കും. എന്നിട്ട് 3 ആകുമ്പോഴാണ് ഇതിന്റെ നോയ്സ് വരാം. 2 വരെ വണ്ടി സൈഡിലാണ്. ഇപ്പൊ 2 കിടക്കണം കറക്റ്റ്. ഞാൻ നോക്കണില്ല അധികം, എനിക്കിപ്പോ യൂസ് ടു ആണത്. അപ്പൊ ഹൈ ആക്കണമെങ്കിൽ ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് ഹൈ ആവും, ജസ്റ്റ് സ്ലൈഡ് കുറച്ച് ഇതാവും. അതുപോലെയാണ് ഇത് ലോ ആണെങ്കിൽ ലോ ഇങ്ങനെ സ്ലൈഡ്. ഇത് പലവരും ചേർന്ന് ഇങ്ങനെ നെക്കലാണ് ഒരു പ്രശ്നം. ഇത് ശരിക്കും സ്ലൈഡിങ് ആണ് സാധനം. അപ്പൊ അത് സ്ലൈഡിങ്ങിൽ നമ്മൾ യൂസ് ടു ആയി കഴിഞ്ഞാൽ അത് യൂസ് ടു ആണ്. കാരണം ലക്ഷറി ക്ലാസ്സിലൊക്കെ ഇങ്ങനെയാണ് സംഭവം. ഫുൾ ടച്ച് കൺട്രോൾ ആണ്. പലരും പറയും നോബാണ്. എനിക്ക് നോബ് ഇഷ്ടമല്ല, കാണാൻ കുറച്ച് ഭയങ്കര കുറച്ചുകൂടി യൂസ് ടു ആയ ഇതാണ് കുറച്ചുകൂടി എളുപ്പം. ഇതുവരെയുള്ള നമ്മുടെ എല്ലാ വീഡിയോസിൽ നിന്ന് വിപരീതമായ ഒരു കാര്യമാണ് ഈ കേട്ടത്. പക്ഷെ ഇത് പ്രാക്ടിക്കൽ ആണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് സ്ലൈഡ് ചെയ്താണ് നമ്മൾ നോക്കേണ്ടത്. പ്രസ്സിന് പകരം ബട്ടന് പകരം നിങ്ങളൊരു സ്ലൈഡിങ് ഓപ്ഷൻ ആയിട്ട് ഇത് ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര എളുപ്പമാണ് കേട്ടോ. ഇത് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം സിമ്പിൾ ആയിട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര റെസ്പോൺസീവ് ലാഗോ കാര്യങ്ങളൊന്നും അല്ല, സുഖമായിട്ട് ചെയ്യാം. അതൊന്ന് യൂസ് ടു ആയാൽ മതി. അങ്ങനൊന്ന് ട്രൈ നോക്കുക. ഗിയറിൽ കൈ വെച്ചിട്ടുള്ള പലരും അങ്ങനെ ചെയ്യുന്നുണ്ടാവും, എന്നാലും ചെയ്യാത്തവരൊന്ന് ട്രൈ നോക്കുക. ഡെഫിനറ്റ്ലി അതാണ് അതിന്റെ ഒരു സംഭവം. പിന്നുള്ളത് ഹെഡ്ലൈറ്റ് വിസിബിലിറ്റി. അതെങ്ങനെ ഫീൽ ചെയ്യും? ഹെഡ്ലൈറ്റ് വിസിബിലിറ്റിയുടെ കാര്യം പലരും പറഞ്ഞായിരുന്നു മോശമാണ്. പക്ഷെ എനിക്ക് ഒരു കുഴപ്പവും ഹെഡ്ലൈറ്റ് വിസിബിലിറ്റിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ വന്നിട്ടില്ല. കാരണം പല കമ്പനീസിന്റെ ഹെഡ്ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് പ്രൊജക്ട് ലാമ്പ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, നമ്മൾ ബാക്കിയുള്ള ഹെഡ്ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒട്ടും ഫിൽഡ് അല്ല. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഏരിയയിലോട്ട് നമ്മൾ ലൈറ്റ് അടിച്ചാൽ പോലും ലൈറ്റിന്റെ ഇടയിൽ കുറേ സ്പേസസ് ഉണ്ടാവും, ഡാർക്ക് സ്പേസുകൾ ഉണ്ടാവും, അതായത് ഫില്ലാകത്ത പോലെ. പക്ഷേ ഇതിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ ഒരു ലൈറ്റ് അടിച്ച ഒരു സ്ക്വയർ പോലെ ഫുൾ ഫിൽഡ് ആയിട്ട് നമുക്ക് ലൈറ്റ് കാണുന്ന പ്രൊജക്ട് ലാംപ്സിന്റെ എനിക്ക് ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. ഓക്കെ പോലെയല്ല, അടിപൊളിയാണ്. അതെ എനിക്ക് അതുകൊണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഈ വേരിയന്റിലാണ് വരുന്നത്. ഹൈലൈൻ പ്ലസ് ചെയ്ത് മാറുമ്പോൾ ഹെഡ്ലൈറ്റ്സ് ഒക്കെ മാറും. മറ്റേതിൽ എനിക്കാണോ LED ആണോ ഹാലജൻ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പ്രൊജക്ട് ലാമ്പ് ഡെഫിനറ്റ്ലി GT ലൈനിലോട്ട് വരുമ്പോൾ മാറും. ഏതായാലും സർവീസും കാര്യങ്ങളെല്ലാം 15,000 വരുന്നത്. പക്ഷേ ചെക്കപ്പ് ഉണ്ടായിരുന്നു 1,500. കോസ്റ്റ് എന്തെങ്കിലും 15,000 എത്ര സർവീസ് കോസ്റ്റ് വരാൻ സാധ്യത? അവര് പറഞ്ഞ 6,000 കാരണം എനിക്ക് തോന്നുന്നു മാരുതിയൊക്കെ 5,000 10,000 സർവീസ് ഉണ്ട്. അതെ, അതിനാവുന്നുണ്ട് ഈ റേറ്റ്. അതെ, നമുക്ക് 15,000 സർവീസ് ഉണ്ട്. അതായത് 30,000 ആകുമ്പോൾ ഇതിന് 2 സർവീസ് ഉള്ളൂ, അതിന് 3 സർവീസ് ആകും. കോസ്റ്റ് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കാം. അങ്ങനെയൊക്കെ ഒന്ന് പ്രാക്ടിക്കലിയൊക്കെ നമ്മൾ ചിന്തിച്ചോ. ഫസ്റ്റ് നമ്മൾ അറിയണ ഒരു ഇംപ്രഷൻ തന്നെ ആയിരിക്കില്ല വണ്ടിയുടെ ഫ്യൂച്ചറിലോട്ടുള്ള. അപ്പോൾ നമ്മളെല്ലാം കൂടി ഒന്ന് ചിന്തിക്കും. പിന്നെ അങ്ങനത്തെ കാര്യത്തിലൊക്കെ അധികം കൺസേൺഡ് ആയിട്ടുള്ളവർക്ക് വേറെ വണ്ടികളിലോട്ട് പോകാം, മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വണ്ടിയിലോട്ട്. അതാ ഞാൻ പറഞ്ഞ എല്ലാവരുടെ പർപ്പസ് മീറ്റ് ചെയ്യണത് അവരൊരു ഇഷ്ടപ്പെടുന്ന നോക്കിയെടുക്കുക. അങ്ങനെ എൻ്റെ പർപ്പസിന് ഇത് ഹാപ്പി അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞു. പക്ഷേ ഡെഫിനറ്റ് ഇപ്പൊ ബോക്സാന്റെ ഭാഗത്തുനിന്നാണെങ്കിലും അവരെന്തിനും ഭയങ്കര ക്വിക്ക് റെസ്പോൺസ്. നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം ഒരു സംഭവം, ഒരു മെസ്സേജ് അവരപ്പോൾ ഭയങ്കര റെസ്പോൺസ്. ഒബിൻ എനിക്ക് മെയിൻലി പറയാനുള്ളത്, വണ്ടി ബുക്ക് ചെയ്ത് 3-4 ദിവസം എനിക്ക് വണ്ടി ഡെലിവറി പൈസ അടച്ചതിന് ശേഷവും റെസ്പോൺസ് ഉണ്ടല്ലോ. പിന്നെ ഡെഫിനറ്റ്ലി എന്നെ വിളിച്ച് ബ്രോ നമ്പർ ആയിട്ടില്ല, നമ്പർ ഇത് ആയിട്ടുണ്ട് ആവുമ്പോ തന്നെ ഞാൻ വിളിക്കാട്ടോ എന്നൊക്കെ പറഞ്ഞ് എന്നെ റീസെന്റ് ഇപ്പൊ 3 days അടുപ്പിച്ച ആൾ വിളിച്ചു. എല്ലാം അപ്ഡേറ്റഡ് ആണ്, ഒരു കുഴപ്പമില്ല. അങ്ങനെ വിറ്റ്, അതായത് ഒരു വണ്ടി കൊടുത്തു കഴിഞ്ഞിട്ട് ആഫ്റ്റർ സെയിൽസിൽ വേണി പോകുന്നുള്ളൊരു സംഭവം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പേഴ്സണലി. എനിക്ക് അവർ അടിപൊളിയായി. ഇപ്പൊ ആർക്കെങ്കിലും ചേരാൻ നല്ലൊരു കൊച്ചിയിലുള്ളവർക്കൊക്കെ വണ്ടി എടുക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി സജസ്റ്റ് ഒബിൻ ബ്രോ. ആള് നൈസായിട്ട് എല്ലാം എനിക്ക് ഡീൽ ചെയ്ത് തന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വണ്ടികൾ റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പം അതൊക്കെയായിരുന്നു നമുക്ക് വണ്ടിയെ പറ്റിയും ഒരു എക്സ്പീരിയൻസ് മൊത്തത്തിൽ അറിയാൻ പറ്റി. താങ്ക് യു സോ മച്ച് ബ്രോ. വളരെ നന്ദി. പുതിയൊരു വണ്ടി എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. യൂസർ എന്ന നിലയിൽ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത എക്സ്പീരിയൻസുകളെല്ലാം ഷെയർ ചെയ്തു. താങ്ക് യു സോ മച്ച്. അപ്പം നിങ്ങൾക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പലരും മറന്നു പോകുന്നുണ്ട്. ഞാൻ അധികം സ്ട്രെസ് ചെയ്ത് പറയാറില്ല സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം. പക്ഷേ 5 വർഷമായി നമ്മുടെ ചാനൽ 77,000 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ആയിട്ടുള്ളൂ. വ്യൂസ് ആളുകൾ കാണുന്നുണ്ട്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറക്കാതെ. കുറെ കഷ്ടപ്പെടണ്ടേ. അതെ, ഓക്കെ. അപ്പം താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.